അള്ളാഹു ഇഷ്ടപ്പെട്ട, പടച്ചറബ് പൊരുത്തപ്പെട്ട പരിശുദ്ധ റമദാനിലേക്ക്, റമദാനിൽ അമല് ചെയ്യാൻ നമുക്ക് കൂടുതൽ ഉപകാരപ്പെടും വിധമുള്ള ഒത്തുകൂടലായി റഹ്മാനായ റബ്ബ് ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ. ഇൽമിന്റെ മജ്ലിസിലാണ് നമ്മളുള്ളത്. ആര് പറയുന്നു എന്നതിനപ്പുറം നമ്മുടെ എല്ലാവരുടെയും നിയ്യത്ത് അള്ളാഹുവിൻ്റെ ദീനിന്റെ പേരിൽ നമ്മൾ ഒരുമിച്ച് കൂടി എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് ഇൽമിന്റെ മജ്ലിസാണ്. ഇൽമു എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ നൂറാണ്. വനൂറുല്ലാഹി ലാ യുഅ്താ ലിആസി, അള്ളാഹുവിൻ്റെ നൂറ് തിന്മകളിൽ ആറാടുന്നവർക്ക് അള്ളാഹു നൽകുകയില്ല. അള്ളാഹു അവന് ഇഷ്ടപ്പെട്ട, അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിക്കുന്നവർക്ക് നൽകുന്നതാണ് ഇൽമ് അഥവാ അള്ളാഹുവിൻ്റെ നൂറ്. സാധാരണ ഇത്തരം സദസ്സുകളിൽ ചില ഗീബത്തും നമീമത്തും മറ്റുള്ള സംഘടനക്കാരെ കുറിച്ചുള്ള ചില പൊടി വിതറലൊക്കെ ഉണ്ടെങ്കിൽ കേൾക്കാൻ നല്ല രസമുണ്ടാവും, ആളുകൾ നന്നായി കൂടുകയും ചെയ്യും. നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് പറയാനല്ല ഇപ്പോൾ സമയം. എപ്പോഴും നമ്മൾ നമ്മെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ആമുഖമായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, നമ്മളെല്ലാം കയ്യിലൊക്കെ മൊബൈലുണ്ട്. ആ മൊബൈൽ, എൻ്റെ മൊബൈൽ അപശബ്ദമുണ്ടാക്കി ഈ സദസ്സിന് ഒരു ഭംഗം വരുത്തുകയില്ല എന്ന് ഞാൻ ആദ്യം തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളും തീരുമാനിക്കണം. അതെനിക്ക് വേണ്ടിയല്ല. മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന, പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനെ കുറിച്ചെല്ലാം പറയുന്ന ഇൽമിൻ്റെ മജ്ലിസ് അത് സ്വർഗത്തിൻ്റെ തോപ്പുകളിൽ പെട്ടതാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സൈലൻ്റാക്കി വെച്ചാൽ അല്ലെങ്കിൽ വൈബ്രേഷൻ മോഡിലിട്ടാൽ നമുക്ക് കോൾ വരുമ്പോൾ അറിയാൻ കഴിയും. അത്യാവശ്യ കോളുകൾ വരുന്ന ആളുകളൊക്കെ ഉണ്ടാകും. അവർക്ക് മൊബൈൽ എടുക്കാം, അപ്പുറത്തേക്ക് പതുക്കെ പോയാൽ അവർക്കും പ്രശ്നമില്ല, നമുക്കും ഒന്നും ഈ സദസ്സിനും ഒന്നും സംഭവിക്കുകയില്ല. പള്ളിയിൽ പോലും നിസ്കാരത്തിൽ പോലും സിനിമ പാട്ടും ഒക്കെ പാടിച്ച് മറ്റുള്ളവരുടെ നിസ്കാരം തശ്വീശാക്കുന്ന വലിയൊരു അശ്രദ്ധ, അദബുകേട് പൊതുവെ മുസ്ലിം സമുദായത്തിൽ ഉണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ എല്ലാ സദസ്സുകളിലും എവിടെ ഒരു 10 മിനിറ്റ് സംസാരിക്കാൻ കിട്ടിയാൽ അവിടങ്ങളിലൊക്കെ നമ്മുടെ അദബുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കുറേ ചെയ്യുന്നതിലല്ല കാര്യം. അയ്യുക്കും അഹ്സനു അമല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നിങ്ങളെ ഞാൻ പരീക്ഷിക്കാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത, മൗത്തിനെയും ഹയാത്തിനെയും നാം സൃഷ്ടിച്ചു. എന്തിന്? ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി. എന്താണ് പരീക്ഷ? എങ്ങനെയാണ് അള്ളാഹു പരീക്ഷിക്കുന്നത്? നിങ്ങളിൽ കൂടുതൽ അമൽ ചെയ്യുന്നവർ ആര് എന്നല്ല. അങ്ങനെയാണെങ്കിൽ അയ്യക്കും അക്സറു അമല എന്നാണ് പറയേണ്ടിയിരുന്നത്. ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം പ്രവർത്തിക്കുന്നവർ എന്നല്ല, മറിച്ച് അയ്യക്കും അഹ്സനു അമല, ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവരാരാണ്, ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നവരാരാണ് എന്ന് നോക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് നിസ്കരിച്ചു, ഒരുപാട് മജ്ലിസുകളിൽ പങ്കെടുത്തു. പക്ഷേ നല്ല നിയ്യത്തോടെ ആ മജ്ലിസിനോടുള്ള ആദാബുകളെല്ലാം പരിഗണിച്ചുകൊണ്ട്, പാലിച്ചുകൊണ്ട്, പരിശുദ്ധ ഖുർആനിനോടും സുന്നത്തിനോടും മഹാന്മാരായ ഈ പ്രവാചകന്മാരോടും ഒക്കെയുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് വേണം ഇത്തരം സദസ്സുകളിൽ, ഇവിടെ മാത്രമല്ല എല്ലാ സദസ്സുകളിലും പങ്കെടുക്കാനെന്ന് വളരെ ആത്മാർത്ഥമായി വസിയത്ത് ചെയ്യുകയാണ്. വഅലിൻ്റെ കുറവൊന്നും നമുക്കില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ല് പറയാറുണ്ട്, വഅലൊക്കെ കേട്ടിട്ട് ആളുകൾ നന്നാകുകയാണെങ്കിൽ ഈ മൈക്ക് സെറ്റിൻ്റെ ആളുകൾ എന്നോ നന്നാവണം. അവർ കേൾക്കാത്ത വഅലൊന്നുമില്ല അല്ലേ? അപ്പൊ കേൾക്കലല്ല, മറിച്ച് ഫസ്തമിഉ വ അൻസിതു, ശ്രദ്ധിക്കണം എന്നതാണ്. വളരെ പ്രതീക്ഷയോടും പൂതിയോടും ആഗ്രഹത്തോടും കൂടി അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം, റസൂലിൻ്റെ സുന്നത്തിൽ നിന്ന് എൻ്റെ കൽബിലേക്ക് എന്തെങ്കിലും തട്ടണം എന്ന അതിയായ പൂതിയോടുകൂടി സമീപിക്കുന്നവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുക്കും, അള്ളാഹു നൽകും. അவ்விധം അള്ളാഹു സ്വീകരിക്കുന്ന സദസ്സുകളിൽ അള്ളാഹു ഈ സദസ്സിനെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
2 ദിവസങ്ങളിലായി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ള പ്രഭാഷണ പരിപാടിയുടെ ഇന്നത്തെ വിഷയം നമ്മുടെ ഈ റമദാനിൽ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ക്യാപ്ഷൻ ഉണ്ട്. ഇസ്സത്താണ് ഇസ്ലാം, പിന്നെ വീണ്ടെടുപ്പാണ് റമദാൻ. അതന്നെയാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അപ്പൊ ആ ഒരു ക്യാപ്ഷൻ എല്ലാവരുടെയും മനസ്സിലുണ്ടാകണം. ഇസ്സത്താണ് ഇസ്ലാം, വീണ്ടെടുപ്പാണ് റമദാൻ. അത് 2-3 തവണ അങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ ഇസ്സത്ത് എവിടെയോ നഷ്ടപ്പെടുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ആ ഇസ്സത്ത് വീണ്ടെടുക്കാൻ ഈ റമദാൻ നമുക്ക് ഉപകാരപ്പെടണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ വലിയ ഇസ്സത്തുള്ള, ഇവിടെ സുലൈമാൻ സാഹിബ് സ്വാഗത സംസാരത്തിൽ സൂചിപ്പിച്ചല്ലോ, വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. അള്ളാഹുവിനും റസൂലിനും സത്യവിശ്വാസികൾക്കുമാണ് ഇസ്സത്തുള്ളത്. ഇസ്സത്ത് എന്നതിന് മലയാളം പറഞ്ഞാൽ പിന്നെ അതിന്റെ ഇസ്സത്ത് പോയി. അതിന്റെ ഇസ്സത്ത് കിട്ടണമെങ്കിൽ അത് ഇസ്സത്ത് തന്നെ പറയണം, അല്ലേ? നമുക്കൊരു ഇസ്സത്ത് ഉണ്ടായിരുന്നു. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. നമ്മൾ അല്ലാഹു തആല ഇസ്ലാം കൊണ്ട് ഇസ്സത്തിലാക്കിയ ഒരു ജനതയാണ്. അല്ലാഹു നമ്മുടെ ഇസ്സത്ത് എന്താണ്? ഞാൻ മുസ്ലിമാണ് എന്നുള്ളതാണ്. വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർള എന്നിങ്ങനെ തുടങ്ങിയിട്ട് നമ്മളെല്ലാം നിസ്കാരത്തിൽ പറയുന്നു വ അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ്. അതിപ്പുറത്ത് മുജാഹിദ്, തൊട്ടപ്പുറത്ത് ജമാഅത്ത്, പിന്നെ തബ്ലീഗുകാരൻ, പിന്നെ സമസ്തക്കാരൻ, എല്ലാവരും പറയുന്നവ അന മിനൽ സമസ്ത എന്നല്ല, വ അന മിനൽ മുജാഹിദീൻ എന്നല്ല, വ അന മിനൽ ജമാഅത്തെ ഇസ്ലാമി എന്നല്ല. എല്ലാവരും പറയുന്നത് എന്തെന്നെയാണ്? വ അന മിനൽ മുസ്ലിമീൻ. സംഘടന ഒക്കെ പരസ്പരം തല്ലാനുള്ളതല്ല, പോർവിളികൾ നടത്താനുള്ളതല്ല, പരസ്പരം അടുക്കാനും അടുപ്പിക്കാനുമുള്ള പ്ലാറ്റ്ഫോമുകളാകണം നമ്മുടെ സംഘടനകൾ. ഇന്ന് അതൊക്കെ അവിടെയും നമുക്ക് ഇസ്സത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പിന്നെ ഇസ്ലാം ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ, പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഹജ്ജിന്റെ അവസാന ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവൻ നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്ന് പേര് വെച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ മുസ്ലിങ്ങളാണ്. മാത്രമല്ല മറ്റൊരിടത്തിലുണ്ട്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണെന്ന് പറയുന്നവനേക്കാൾ ഏറ്റവും മനോഹരമായ വർത്തമാനം പറയുന്ന ആരുണ്ട്? ഇസ്സത്തോടു കൂടി പറയാൻ കഴിയണം മുസ്ലിമാണ്. ബസ്സിൽ നിന്നൊക്കെ ആരെങ്കിലൊക്കെ പെട്ടെന്ന് അസ്സലാമു അലൈക്കും നമുക്കൊരു പേടി. ഇപ്പൊ തന്നെ പൊതുവെ സലാം പറയണം, അസ്സലാമു അലൈക്കും. മൊത്തത്തിൽ നമ്മൾ ഇസ്സത്ത് പരിശോധിക്കണം. അസ്സലാമു അലൈക്കും എന്നൊന്നും പറയാറില്ല ആള്, അസ്സലാമു അലൈക്കും. ഇനി ചില ആളുകൾക്ക് അനുസരിച്ച് സലാം പറയലുണ്ട്, അസ്സലാമു അലൈക്കും. അതിന്റെ അർത്ഥം എന്താ? ഈ എപ്പോഴാ വന്നതെന്ന്. അല്ലാണ്ട് സലാം പറയുന്നതല്ല, ഈ എപ്പോഴാ വന്ന്. അങ്ങനെ പല സലാമുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്ത് നൽകിയിട്ടുള്ള വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ്. ഇസ്സത്തോടു കൂടി പറയാൻ കഴിയണം. ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ട ഞാൻ മുസ്ലിമാണെന്ന് ആളുകൾ കാണുമ്പോൾ എന്തോ ഒരു ഐബ്, ഒരു ചമ്മല്, അല്ലേ? ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയാത്ത, ഒരു ചുക്കും അറിയാത്ത അവസ്ഥയിലേക്ക് പല മുസ്ലിങ്ങളും എത്തിപ്പെട്ടു. നിസ്കാരമില്ല, പള്ളിയില്ല, നോമ്പില്ല, എത്രയോ മുസ്ലിമുകൾ. നമ്മളൊക്കെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന കാലം നമുക്കത് ഫീൽ ചെയ്യൂല. ചില ഭാഗങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ മുസ്ലിം പേരേ ഉള്ളൂ. ഞാൻ തമാശക്ക് ഒരു പറയുന്ന ഒരു കാര്യമുണ്ട്, മറ്റേ ഈ മുസ്ലിങ്ങളുടെ ജഹാലത്തിന്റെ, വിവരക്കേടിന്റെ ആഴം പറയാൻ വേണ്ടി പണ്ട് ഒരു ഹംസാക്ക പിന്നെ പെരുന്നാൾസ്കാരത്തിന് പോയ കഥ കേട്ടില്ല നിങ്ങൾ? ഹംസാക്ക പെരുന്നാൾസ്കാരത്തിന് പോയി. ഹംസാക്ക ജന്മത്ത് ആദ്യമായിട്ടാണ് പള്ളിയുടെ മുറ്റം കാണുന്നത്. ആദ്യമായിട്ട് പള്ളിക്ക് ഹംസാക്കയുടെ കൂട്ടുകാരനാണ് മുബാറക്ക്. മുബാറക്കിന് ഒരു നിർബന്ധം, എന്തായാലും ഈ ഒരു മുസ്ലിമല്ലേ പെരുന്നാളിനൊന്ന് വരണമെന്ന്. അങ്ങനെ പോയി മുബാറക്ക് ചെയ്യുന്ന പോലൊക്കെ ചെയ്യാന്ന് തീരുമാനിച്ചിട്ടാണ് ഹംസാക്ക പോയത്. മുബാറക്ക് എല്ലാവരോടും അസ്സലാമു അലൈക്കും ഈദ് മുബാറക്, എല്ലാവരോടും ഹംസാക്ക പറയാൻ തുടങ്ങി, അസ്സലാമു അലൈക്കും ഈദ് ഹംസ. എന്ന് പറഞ്ഞ മാതിരി ഇതിങ്ങനെ ഉറക്കം വരാണ്ടിരിക്കാൻ വേണ്ടിയുള്ള മരുന്നുകളാട്ടാ.
അത് അവസാനം പിന്നെ ആകെ ഇതേ അറിയുള്ളൂ. ഈദ് അംസം മാത്രല്ല വയന്ന്, റമദാൻ വരാൻ പോകുകയാണ് ഇൻഷാ അല്ലാഹ്. ആ പറയുന്ന പോയിന്റ് പിടിക്കണേ. അപ്പൊ നമ്മൾ മുസ്ലിങ്ങളാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. റബ്ബ് സുബ്ഹാനഹു വ തആല ഇസ്ലാം കൊണ്ട് ഇസ്സത്ത് നൽകിയ ഖൗമാണ് നമ്മൾ, സമൂഹമാണ് നമ്മൾ. ഫമഹുമബ്തഗൈനൽ ഇസ്സത ബിഗൈരിൽ ഇസ്ലാം. ചരിത്രത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ജനതയെങ്ങാനും ഇസ്സത്ത് ഇസ്ലാമല്ലാത്ത വല്ല വഴിയിലൂടെയും ഇസ്സത്ത് തേടിയാൽ അവരെന്നെ സഹായിച്ചോളും, ആ പാർട്ടിക്കാര് സഹായിച്ചോളും, ഇവര് ഞങ്ങളെ സംരക്ഷിച്ചോളും, അവരെയാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടുള്ളത്. സംഘപരിവാറിന്റെ അടുക്കളയിൽ പോലും നിരങ്ങുന്ന പണ്ഡിതന്മാരുള്ള കാലഘട്ടത്തിൽ ഇസ്സത്ത് മുഴുവനും ഇസ്ലാമിന്റെ ശത്രുക്കളുടെ മുന്നിൽ പണയം വെച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അങ്ങനെ ഇസ്ലാം മുസ്ലിങ്ങൾ ഇസ്സത്തിനെ മറ്റേതെങ്കിലും വഴിയിലൂടെ കണ്ടെത്താൻ ശ്രമിച്ചാൽ അതല്ലനല്ലാ, ഈ സമൂഹത്തെ അള്ളാഹു നിന്ദിച്ചു കളയുമെന്ന് 1400 വർഷങ്ങൾക്കപ്പുറം മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എന്നാലോചിച്ചോക്ക്, അവിടെ മതി നമ്മുടെ ഇസ്സത്ത് എന്താന്ന് മനസ്സിലാക്കാൻ. ആ ഇസ്സത്തിന്റെ വീണ്ടെടുപ്പാണ് ഈ പരിശുദ്ധ റമളാൻ. എത്ര നമ്മൾ കണ്ടതാ. ഈ റമളാൻ വന്ന് തിരിച്ചു പോകുമ്പോ ആ വിഷയത്തിൽ വലിയ അളവിൽ നല്ല നിറഞ്ഞ തഖ്വയുടെ ഉടമകളായി മാറാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്സത്ത് നഷ്ടപ്പെട്ട എന്താ സംഭവിക്കുക? ചണ്ടികളായി മാറും, ചപ്പു ചണ്ടികളായി മാറും. അപ്പൊ ഇസ്സത്തിനെ കുറിച്ച് കുറച്ച് പറഞ്ഞിട്ട് പരിഹാരം എന്തെന്നുള്ളത് ഞാൻ പറയാം. ചണ്ടികളായി മാറും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കാലം വരും എന്റെ ഉമ്മത്തിന്, സയഅതി സമാനുൻ അലാ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് ഒരു കാലം വരും, അന്ന് തദാഅ അലൈക്കുമുൽ ഉമം കമാ തദാഅൽ അക്ലതു ഇലാ കസഅതിഹാ. ഒരു ഭക്ഷണത്തളികയുടെ ചുറ്റുമിരുന്ന് ആ ഭക്ഷണപാത്രത്തിലേക്ക് ആളുകൾ ചുറ്റുഭാഗത്ത് നിന്ന് കൈനീട്ടുന്ന പോലെ ഈ സമുദായത്തിന് നേരെ നാനാഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ആക്രമണം അഴിച്ചുവിടുന്ന ഒരു കാലം വരും. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ ഇനി ഭീകരവാദികളും തീവ്രവാദികളും മതമൗലികവാദികളും മതരാഷ്ട്രവാദികളുമാക്കാത്ത ആരുമില്ല. ബേജാറുണ്ട് അതില്. അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന്റെ അങ്ങനെ ചിന്തിച്ചാൽ മതി. അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുന്നു, കേൾക്കേണ്ടി വരും. വമിനല്ലദീന അശ്റകൂ, മുശ്രിക്കുകളിൽ നിന്ന് കേൾക്കേണ്ടി വരും, ബിദ്അത്തുകാരിൽ നിന്ന് കേൾക്കേണ്ടി വരും. നിരന്തരമായി നിരന്തരമായ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യണം? സ്വബർ കൈക്കൊള്ളണം. അപ്പോ ഈ പിന്നെ എന്താ പറയാ, അങ്ങനെ നമുക്ക് നിരന്തരമായി എല്ലാ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഭക്ഷണത്തളികയിലേക്ക് കൈനീട്ടുന്നത് പോലെ നാനാഭാഗങ്ങളിൽ നിന്ന് ഈ ഉമ്മത്തിന് നേരെ ആക്രമണം വരുന്ന ഒരു കാലമുണ്ട്. മഹാന്മാരായ സഹാബത്ത് ചോദിച്ചു, അവമിൻ ഖില്ലത്തിൻ ബിനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അന്ന് ഞങ്ങൾ എണ്ണത്തിൽ കുറവായിരിക്കുമോ? എന്തുകൊണ്ടാണ്? പ്രതിരോധിക്കാൻ കഴിയാഞ്ഞിട്ടാണോ? ഞങ്ങൾക്ക് അതിനെ മറികടക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ ആൾബലം കുറവായിരിക്കുമോ റസൂലേ? റസൂല് പറഞ്ഞു, ബൽ അല്ല, ബൽ അതല്ല, ബൽ അൻതും കസീറൂൻ, അതുകൊണ്ടല്ല, നിങ്ങൾ അന്ന് ധാരാളമായിരിക്കും. വലാകിന്നകും ഉസാഉൻ കഉസാഇസ് സൈൽ, പക്ഷേ അന്ന് നിങ്ങൾ ഒഴുക്കുവെള്ളത്തിലെ ചണ്ടികൾ പോലെയായിരിക്കും, വേസ്റ്റ് പോലെയായിരിക്കും. എന്താ ഒഴുക്കുവെള്ളത്തിലെ വേസ്റ്റിന്റെ കുഴപ്പം? അതിന് ജീവനില്ല, അതിന് പ്രതിരോധ ശേഷിയില്ല. അത് വെള്ളം ഇങ്ങോട്ട് ഒഴുകിയാൽ അങ്ങോട്ട് പോകും. ഈ പാർട്ടിക്കാർ ഇങ്ങോട്ട് വലിച്ചാൽ അങ്ങോട്ട് പോകും. അവരെ അധികാരത്തിൽ വന്ന അവരെ അടുക്കളയിൽ നിരങ്ങും. ഇനിയിപ്പോ സംഘപരിവാർ വന്നാലും അവരെ അരമനയിൽ കയറി ഇറങ്ങും. അങ്ങനെ ജീവനില്ലാത്ത, ആത്മാവ് നഷ്ടപ്പെട്ട, ഇസ്സത്ത് നഷ്ടപ്പെട്ട ഒരു വിഭാഗമായി നിങ്ങൾ മാറും. ആ കാലമല്ലേ ഇത്? ചണ്ടികളായി മാറും. അങ്ങനെ ചണ്ടികളായി മാറുന്ന എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പിന്നെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമ്പോ, അന്ന് നിങ്ങളെ ഒരു രോഗം ബാധിക്കും, വഹ്ന് എന്ന ഒരു രോഗം ബാധിക്കും. വഹ്ൻ. സഹാബത്ത് ചോദിച്ചു, എന്താണ് നബിയെ വഹ്ന്? ഹുബ്ബുദ്ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്. ഇത് രണ്ടും തന്നെയാണ്. ഹുബ്ബുദ്ദുനിയ, എങ്ങനെങ്കിലും ജീവിക്കണം,
എങ്ങനെയെങ്കിലും ജീവിക്കണം. ദുനിയാവിനോടുള്ള ഹുബ്ബ്, കറാഹിയത്തുൽ മൗത്ത്, മരിക്കാനുള്ള വെറുപ്പും അല്ലെങ്കിൽ ഭയവും. ഇതാണ് രോഗം. ഈ രോഗത്തിന് ചികിത്സ നടത്തിയിട്ടില്ലെങ്കിൽ, നമ്മുടെ കാതിന് രോഗം വന്നാൽ നമ്മൾ ചികിത്സിക്കും, കണ്ണിന് വന്നാൽ ചികിത്സിക്കും. എന്തെങ്കിലും ഒരു രോഗം വന്നാൽ നാട്ടുകാർ നമ്മളെ വിടോ? കുടുംബക്കാരെ അവിടെ നിൽക്കട്ടെ, നാട്ടുകാർ പോലും പറഞ്ഞു കേൾക്കൂലേ, എനിക്ക് ആ മെഡിക്കൽ കോളേജിലൊന്ന് പോയിക്കൂടെ, അവിടെ ഒരു നല്ലൊരു ഡോക്ടർ ഉണ്ട്, ഷാജി ഡോക്ടർ ഉണ്ട്, അദ്ദേഹത്തെ ഒന്ന് കണ്ടുകൂടെ? എന്തെങ്കിലും ഒരു രോഗം വന്നാൽ ഒരാളും സമ്മതിക്കൂല, ഭാര്യയും മക്കളും പുറത്തുണ്ടാകൂല. എന്നാൽ അതിനേക്കാൾ ഗുരുതരമായ രോഗം ഈ ഉമ്മത്തിനെ ബാധിച്ചിട്ടുണ്ട്. ദുനിയാവിനോടുള്ള ഇഷ്ടവും മരണത്തോടുള്ള വെറുപ്പും ഭയവും അല്ലെങ്കിൽ പേടിയും. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്ന മറ്റൊരു സംഭവമുണ്ട്. സയഅതി അലന്നാസി സമാനുൻ, ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട്, ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട്. എന്താ ആ കാലത്തിന്റെ പ്രത്യേകത? ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മു, ഇസ്ലാമിൽ പേര് മാത്രം അവശേഷിക്കുന്ന കാലം. പേര് ഇസ്ലാം, നല്ല മുസ്ലിം പേര്. ജിഷ എന്ന പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നൊടുക്കിയ അവന്റെ പേരെന്താ? അമീറുൽ ഇസ്ലാം. ഓ, ഇസ്ലാമിന്റെ നേതാവാണ് അവന്. എന്താ പേര് അല്ലേ? ഇപ്പൊ പേരൊക്കെ സൂക്ഷിക്കണം. എല്ലാര പേരിന്റെ തുടക്കത്തിൽ ഉണ്ടാവും ഒരു മുഹമ്മദ്. മുഹമ്മദുമായി ഒരു ബന്ധം ഉണ്ടാവില്ല, ബാപ്പാക്കും ഉണ്ടാവൂല, ഉമ്മാക്കും ഉണ്ടാവൂല. ഈ കുട്ടീനെ അങ്ങനെ ആക്കണം എന്നുള്ള ചിന്തയില്ല. മുഹമ്മദ്, ആയിഷ, ഫാത്തിമ. പിന്നെ മുഹമ്മദിന്റെ ശേഷം ഉണ്ടാവും എന്താ? അനന്നി, കേട്ടു ഞങ്ങള്? റോസ്മോൻ, ചിമിഫി, എന്ത് പേര്? ഞാനിപ്പോ എവിടെയോ പറഞ്ഞ ഒരു സംഭവം പിന്നെ എനിക്ക് ഓർമ്മ വരാം അല്ലേ? ബഷീർ സാഹിബ് അവിടെ തോന്നുന്നുണ്ട്, ഒരു കുട്ടീനെ മദ്രസയിൽ ചേർക്കാൻ കൊണ്ടുപോയി. അപ്പൊ കുട്ടിക്ക് പേരിട്ടെന്താ? മുഹമ്മദ് ബാസൂർ. കേട്ടില്ല നിങ്ങള്? മുഹമ്മദ് ബാസൂർ. ഇടുന്നവർക്ക് എന്തെങ്കിലും ബോധം വേണ്ടേ? അങ്ങനെ കുട്ടി 5ാം ക്ലാസ് എത്തിയപ്പോ മദ്രസയിൽ ചേർക്കാൻ കൊണ്ടുപോയി. ഉസ്താദ് പേര് ചന്ദ്രന്റെ പേര് മുഹമ്മദ് ബാസൂർ. നോക്കുമ്പോ ബാസൂറിന്റെ അർത്ഥം മൂലക്കുരുന്ന. പേരിൽ മാത്രം അവശേഷിക്കുന്ന എല്ലാവരും മുഹമ്മദ്, എല്ലാവരും ആയിഷ, എല്ലാവരും ഫാത്തിമ. പേരിൽ മാത്രം അവശേഷിക്കുന്ന ഒരു കാലം വരും. വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മു, ഖുർആൻ അതിന്റെ ലിപിയിൽ മാത്രം, അതിന്റെ അക്ഷരങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാലം വരും. നമ്മളൊക്കെ കുട്ടികളെ ഹിഫ്ള് പഠിപ്പിക്കാൻ വല്ലാതെ പ്രചോദിപ്പിക്കാറുണ്ട്, നമ്മളെല്ലാവരും. അത് തീർച്ചയായും അത് പ്രോത്സാഹിപ്പിക്കണം. പക്ഷേ അങ്ങനെ ഹിഫ്ള് പഠിച്ചതുകൊണ്ട് മാത്രം അങ്ങനെ എന്റെ കുട്ടി ഇങ്ങനെ ഒരു ഹാഫിളായ സർട്ടിഫിക്കറ്റ് വാങ്ങണം എന്നതിനപ്പുറം ആ ഹിഫ്ള് കുട്ടിയുടെ തൊണ്ടയിൽ നിന്ന് വലുതാവുന്നതിനനുസരിച്ച് അതിന്റെ മാനയും അതിന്റെ ആശയം ഉള്ളിലേക്ക് ഇറങ്ങി വരാൻ കഴിയുന്നില്ലെങ്കിൽ ബാക്കി ഞാൻ എന്താ പറയാ? എത്രയോ ഹിഫ്ളുൽ ഖുർആൻ കോളേജുകൾ മനോഹരമായി ഖുർആൻ ഓതുന്നു. ഇപ്പൊ ഉത്തരേന്ത്യയിലൊക്കെ എല്ലാ കുട്ടികളും, ഇപ്പൊ നമ്മൾ ഈ പള്ളിയിലൊക്കെ പറഞ്ഞ ബംഗാളികളും അവരൊക്കെ ഉണ്ടല്ലോ, എല്ലാവർക്കും ഖുർആൻ ഓതാൻ അറിയാം. അവരൊന്നും വേറെ ഒന്നും അറിയില്ല. അതിനുള്ളിലുള്ളത് എല്ലാവർക്കും അല്ല, പണ്ഡിതന്മാരായ ആളുകൾ ധാരാളമുണ്ട്. ഉത്തരേന്ത്യയിലൊക്കെ ധാരാളം പണ്ഡിതന്മാരുണ്ട്. പക്ഷെ നമ്മൾ കുട്ടികൾ മദ്രസയിൽ പോകുന്ന പോലെയാണ് അവിടെ ഖുർആൻ പഠിക്കാൻ പോകും രാവിലെ. വേറെ ഒന്നുമില്ല, ഖുർആൻ ഇങ്ങനെ A to Z ഓതും. പണ്ഡിതന്മാർ ഒഴിച്ച് ഈ വരുന്നതിൽ മഹാഭൂരിപക്ഷം അങ്ങനെയാണ്. ഖുർആൻ അതിന്റെ അക്ഷരങ്ങളിൽ ഒതുങ്ങുന്ന ഒരു കാലം വരുന്നത് പറയുന്നത് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളാണ്. എന്നിട്ട് പറഞ്ഞു മസാജിദുഹും ആമിറ, അവരുടെ പള്ളികൾ മനോഹരമായി അലങ്കരിച്ചതായിരിക്കും. എന്നാലോചിച്ചു നോക്കി കാലം, എന്താ പള്ളികള്! നമ്മളെ പള്ളിയൊന്നും ഒന്നുമല്ല കേട്ടാ, നമുക്ക് അതിലെ സമാധാനം. നമ്മളെ പള്ളിയൊന്നും ഒന്നുമല്ല, സാമാന്യം നമ്മുടെ വീടിന്റെ ഒക്കെ ചെറിയ വൃത്തിയുള്ളൂ. ചില പള്ളികളിലൊക്കെ ചെന്നാലേ ഒരു ഖുശൂഉം കിട്ടൂല, ഒരു ഭക്തിയും ഇഖ്ലാസും ഒരു സാധനം ഉണ്ടാവില്ല. മനോഹരമായ മസാജിദുഹും ആമിറ, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞു പള്ളികൾ മനോഹരമായി അലങ്കരിക്കപ്പെട്ടതായിരിക്കും. വഹിയ ഖറാബും മിനൽ ഹുദാ, ആ പള്ളികളിൽ എന്തില്ല? ഹുദ ഉണ്ടാകൂല, വെളിച്ചം ഉണ്ടാകൂല, ഹിദായത്തില്ല. ആ പള്ളിയിൽ എന്താ ഉള്ളത്? ആ പള്ളിയിൽ യാ ഗൗസു യാ മുഹിയദ്ദീൻ, ല്ലേ? യാ സയ്യിദി സനദി ഗൗസി വയാ മദദി
كلي ظهيرا على الأعداء بالمدد مجير عرضي وخذ بيدي مدى مددي خليفة الله فينا محي الدين. ജവാബല്ലേ അറിയില്ലേ? വല്ലാതിശയീന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതുത്തീരം നൽകും ഞാനെന്നോവർ. ഇത് ഖുർആനിനെതിരാണ്, ഖുർആനിന്റെ നെസ്സിനെതിരാണ്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനെതിരാണ്. ഏതെങ്കിലും ദിശയിൽ നിന്ന്, ഏതെങ്കിലും മുക്ക് മൂലയിൽ നിന്ന്, ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് ആര് വിളിച്ചാലും അജബ്തുഹു മുസ്രിഅൻ മിൻ അജ്ലി ദഅവതിഹി, അവൻ വിളിക്കേണ്ട താമസം 1000 തവണ ആരെങ്കിലും എന്നെ വിളിച്ചാൽ, അത് കുത്തുബിയത്തില. ഇവിടെ പറഞ്ഞു ഒരൊറ്റ വട്ടം വിളിച്ചാൽ മതി. ഈ മാലയില് കുത്തുബിയത്തിൽ പറഞ്ഞു 1000 തവണ വിളിക്കണം. അങ്ങനെ വിളിച്ചാൽ ഇതാണ് പള്ളികളിൽ ഇശാസ്കാരം കഴിഞ്ഞിട്ട് യാ ഗൗസു യാ മുഹിയദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി വഹിയ ഖറാബുൻ മിനൽ ഹുദാ, ഹുദയിൽ നിന്ന് ഹുദ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, പള്ളികളെല്ലാം അല്ലാഹുവിന്റേതാണ്, അല്ലാഹുവിനോടൊപ്പം മറ്റൊന്നിനെയും വിളിച്ച് പ്രാർത്ഥിക്കല്ലേ, ദുആ ചെയ്യല്ലേ എന്ന് ഗണ്ഡിതമായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് നമ്മുടെ പണ്ഡിതന്മാരും വല്ലമാരും കാലിഖുലാത്തുമാരും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ശേഖന്മാരെയും മഹാന്മാരെയും വിളിക്കാനാണ്. അതിലേക്ക് പോയാൽ പിന്നെ അത് വേറൊരു വിഷയമാണ്. എന്നിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് പിന്നെ പറഞ്ഞു ഉലമാഉഹും, അന്ന് അവരുടെ പണ്ഡിതന്മാർ ശർറു മൻ തഹ്ത അദീനിസ്സമാ, ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും നികൃഷ്ട ജീവികൾ ആ പണ്ഡിതന്മാരായിരിക്കും. 1400 വർഷങ്ങൾക്കപ്പുറം എന്തൊരു ദീർഘവീക്ഷണമാണ്! ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും മോശപ്പെട്ട ജീവികൾ, നായ്ക്കളെക്കാളും പട്ടികളെക്കാളും മൃഗങ്ങളെക്കാളും നികൃഷ്ടരായ ജീവികൾ ഉലമാഉഹും, അവരുടെ പണ്ഡിത വേഷധാരികളായിരിക്കുമെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അള്ളാഹു ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ പണ്ഡിതന്മാരും അല്ല, അങ്ങനെ കുറെ പണ്ഡിതന്മാർ അന്നും ഉണ്ടാകും. അതുകൊണ്ട് ഇങ്ങനെ ഒരു കാലഘട്ടം വരും. അപ്പൊ എന്താ, ഇസ്സത്ത് അങ്ങോട്ട് പോയി. പിന്നെ ആത്മഹത്യ ചെയ്യാൻ ഇന്നലെയാണ് ഇന്നാണോ ഒരു മുസ്ലിം സഹോദരി ഞങ്ങളവിടെ ഗുരുവായൂരിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. പലിശക്കെണിയിൽ അവസാനം ജീവനൊടുക്കി. പണ്ട് മുസ്ലിങ്ങൾ, അറബികൾക്ക് ഈ ആത്മഹത്യ എന്നുള്ള വാക്ക് അറിയില്ലായിരുന്നു. കാരണം അങ്ങനെ ഒന്നും ഇല്ലല്ലോ. ഇസ്സത്ത് വീണ്ടെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല, ഇനി ഇസ്സത്തിനെ കുറിച്ച് പറയാൻ സമയമില്ല, ഇസ്സത്ത് വീണ്ടെടുക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള വീണ്ടെടുപ്പിന്റെ മാസമാണ് പരിശുദ്ധ റമളാൻ. ഒരു പുതിയ മനുഷ്യനായി മാറണം. തെറ്റുകൾ ധാരാളം ചെയ്തു പോയിട്ടുള്ളവരാണ് നമ്മൾ. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നോമ്പ് തന്നു, അല്ലേ? ഖുർആൻ നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് ഖുർആൻ അങ്ങോട്ട് കയറണം. ഖുർആനിന്റെ മാസമാണ്. ഏറ്റവും ശ്രേഷ്ഠമായ അള്ളാഹുവിന്റെ കിതാബ്, ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥം, ഏറ്റവും ശ്രേഷ്ഠമായ രാജ്യത്ത്, നാട്ടില്, ഈ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ നാട്ടില്, ഈ ഭൂമിയിലെ ഏറ്റവും പ്രപഞ്ചത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടി ആരാ? അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിന് ആരാ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഷയിൽ അഫ്ദലുൽ ലുഗ, ഏറ്റവും ശ്രേഷ്ഠമായ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഷ ഏതാണ്? അറബിയാണ്. അറബി ഭാഷയിൽ ഏറ്റവും മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഏറ്റവും ശ്രേഷ്ഠമായ മാസത്തിൽ ഇറക്കി തന്ന പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറണം. അള്ളാഹു അതിന് നമ്മുടെ ഹൃദയത്തെ ഖുർആനിലേക്ക് അള്ളാഹു തുറന്നു തരുമാറാകട്ടെ. ഖുർആനിലേക്ക് അള്ളാഹു തആല നമ്മുടെ ഹൃദയത്തെ വിശാലമാക്കി തരുമാറാകട്ടെ. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? നമ്മൾ സ്വയം തുറക്കണം. നമ്മൾ തുറക്കാതെ അങ്ങനെ എത്ര കേട്ടി എന്നിട്ട് ഒരു കാര്യമില്ല. അതേ സ്ഥാനത്ത് പിന്നെ നിഷ്കളങ്കമായി മനസ്സോട് കൂടിയാണെങ്കിൽ ഒരു സെക്കൻഡ് മതി ഹിദായത്തുള്ളിലേക്ക് കണ്ട് കയറാൻ. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അല്ലേ? എന്ത് ഇസ്ലാമിന്റെ ക്ലാസ് കേട്ടിട്ടാ നമ്മളൊക്കെ എത്ര ക്ലാസ്സാ ഒരു ദിവസം കേൾക്കുന്നത്? മക്കത്തെ ജബലുകൾ കിടുകിടുത്ത് ശക്തനാം ഉമറിന്റെ വരവിനൊത്ത് ഹഖത്ത മുഹമ്മദിൻ ശിരസെടുത്ത് ഇക്കൈയിൽ കൊണ്ടുവരുമെന്ന് ഗർജിത്ത് ഉടവാൾ ഊരിയെടുത്ത്
ഉമർ കുതിര പുറത്ത് ഉശിരത കാണിച്ചിട്ട് ഉടനാടി പുറപ്പെട്ട് ഉലകിന്റെ തെളി ദീപം കെടുത്തുവാൻ വേണ്ടി ഹബീബായ റസൂലിനെ കൊല്ലാൻ വേണ്ടി അറയിൽ നിന്ന് ഊരി പുറപ്പെട്ടതാണ് ഉമറുൽ ഫാറൂഖ്. ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന മക്കയിലെ വലിയ ധീരനായ മനുഷ്യൻ. അബൂജഹലും ഉത്ബത്തും ശൈബത്തും ഇങ്ങനെ പിരികേറ്റിക്കെടുത്തു. ഉമറെ, നീയൊക്കെ ഉണ്ടായിരിക്കെ നമ്മുടെ നാട്ടിലെ ദൈവങ്ങളെ തള്ളിപ്പറയുന്നു, നാട്ടിലെ സ്വൈര്യം കെടുത്തുന്നു, അവസാനം കണ്ട് ചൂടകണ്ട് കേറി ഒരൽപ്പം എടുത്തുചാട്ടക്കാരൻ കൂടി ആയിരുന്നല്ലോ. കൊല്ലും ഞാൻ അവനെ. മക്കത്തെ ജബലുകൾക്ക് ഇടുകിയെടുത്ത് ശക്തന ഉമറിന്റെ വരവിനൊത്ത്. ആ കവി എത്ര മനോഹരമായിട്ട് അത് വിശദീകരിക്കുന്നില്ലേ. ഹക്കത്ത മുഹമ്മദിൻ ശിരസെടുത്ത് ഇക്കയ്യിൽ കൊണ്ടുവരും എന്ന് ഗർജിത്ത്. മുഹമ്മദിന്റെ തലയെടുത്ത് ഞാൻ കൊണ്ടുവരുമെന്ന് വെല്ലുവിളിച്ചിട്ടാ പുറപ്പെടുന്നത് ഉമറുൽ ഫാറൂഖ്. പിന്നീട് ഉമറുൽ ഫാറൂഖ് ആയതാണ് ഉമറുൽ ഖത്താബാണല്ലോ അല്ലെ. പിന്നീട് റസൂലുള്ള കൊടുത്ത സ്ഥാനപ്പേരാണ് ഫാറൂഖ് എന്ന മനോഹരമായ പേര്. അപ്പൊ നോക്ക്, ഒരു സെക്കൻഡ് ഒരു അല്പം ഭാഗം കേട്ടതേ ഉള്ളൂ. നിഷ്കളങ്കമായ മനസ്സായതുകൊണ്ട് അതങ്ങോട്ട് കിട്ടി. അപ്പൊ നമ്മൾക്ക് ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ, ഇൽമിന്റെ ഖുർആൻ കേൾക്കുമ്പോൾ പിന്നെ എന്താ പറയണം നോക്കണല്ലോ എന്ന് ചിന്തിച്ചാ പോയി, ഒന്നും കിട്ടാൻ പോകുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല നിയ്യത്തുള്ള ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പെടുക്കാൻ പറഞ്ഞു. നോമ്പ് എന്തിനാ? മനുഷ്യനെ മാറ്റിപ്പണിയാനുള്ളതാണ് നോമ്പ്. നേരത്തെ ഞാൻ പറഞ്ഞു, ഖുർആനിലെ 3 ആയത്തുകൾ സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്. 3 ആയത്തുകൾ, ഒന്ന് സിവിൽ, മറ്റൊന്ന് ക്രിമിനൽ. കുത്തിബ അലൈക്കും 3 ഉണ്ട് ഖുർആൻ സൂറത്തുൽ ബഖറയില്. കുത്തിബ അലൈക്കും ഒന്ന് സിവിൽ നിയമമാണ്, അതായത് അനന്തര സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല കുത്തിബ അലൈക്കും ഇദാ ഹളറ അഹദകുമുൽ മൗതു ഇൻ തറകൻ ഖൈറ അൽ വസിയ, അതായത് സമ്പത്തുമായി ബന്ധപ്പെട്ട അനന്തര സ്വത്ത് ഓഹരി വെക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ആയത്ത് പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കുത്തിബ അലൈക്കും, നിങ്ങൾക്ക് മേൽ നിയമമാക്കപ്പെട്ടിരിക്കുന്നു. മറ്റൊരു കുത്തിബ അലൈക്കും ഉള്ളത് കുത്തിബ അലൈക്കുമുൽ ഖിസാസ്, ഖിസാസ് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടു. അത് ക്രിമിനൽ നിയമമാണ്. പ്രതിക്രിയ, കൊന്നവനെ കൊല്ലാൻ. നമ്മൾ കൊല്ലാനല്ലട്ടാ, അത് ഇസ്ലാമിക ഭരണകൂടത്തില്, ഇസ്ലാമിക ഭരണമൊന്നും ഇല്ലട്ടാ, അതൊക്കെ വെറുതെ പറയണേ. അങ്ങനെ ലോകത്ത് ഉണ്ടായിട്ടില്ല. 1400 വർഷം എന്തുണ്ടായിട്ടില്ല, ഉണ്ടായില്ല. വെറുതെ എന്ത് കേൾക്കാൻ നിൽക്കണ്ട, അതൊക്കെ മതരാഷ്ട്രവാദാണ്. അങ്ങനെ ഒന്നുമില്ല, ഒക്കെ വെറുതെ പറയാ. റസൂല് ഖലീഫ ആയിട്ടുണ്ടാ? ഇല്ല. അബൂബക്കർ പണ്ട് ഏതൊരു ഇതിൽ കോമഡിയിൽ കേട്ടിട്ടുണ്ട്, അവൻ വന്നിട്ടില്ല, തല്ലിയിട്ടില്ല, പോയിട്ടില്ല, അല്ലേ, ഒന്ന് കേട്ടില്ല എന്ന് പറഞ്ഞ പോലെ. അങ്ങനെ ഖിലാഫത്തൊന്നും ഇല്ല, ഒക്കെ വെറുതെ പറയാ. ഒക്കെ ഈ മതരാഷ്ട്രവാദക്കാർ ഉണ്ടാക്കിയതാ. അപ്പൊ അവിടെ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒന്നും ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ക്രിമിനൽ നിയമം പറഞ്ഞെടുത്ത് ഒരാളെ കൊന്നാൽ അതിന് ഏറ്റവും നല്ല സൊല്യൂഷൻ എന്താ അറിയോ? ആ കുറ്റം തെളിഞ്ഞാൽ അയാളെ അങ്ങോട്ട് കൊന്നുകളയാം. ഇതാണ് ഇസ്ലാമിക നിയമം പറയുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? കുറെ ആളുകൾക്ക് ജീവൻ കിട്ടുന്ന ഖുർആൻ പറഞ്ഞു. വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ. ഖിസാസില് നമുക്ക് തോന്നും കോമഡിയാണെന്ന്. പ്രതിക്രിയ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ ജീവനുണ്ട്. ഒരാളെ ജീവൻ കളഞ്ഞിട്ട് എന്ത് ജീവനാ? ഒരാളെ ജീവൻ കളഞ്ഞാലും ഒരുപാട് ആളുകളുടെ ജീവൻ കിട്ടും. കാരണം ഇവന് പിന്നെ പെട്ടെന്ന് വേറൊരാൾക്ക് ധൈര്യം വരൂല. 4 ആളെ മുന്നിൽ വെച്ചിട്ട് ഇവനെ ശിക്ഷ കൊണ്ട് നടപ്പിയാക്കിയ ഒരു പേടി ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ എന്താ, എന്തെങ്കിലും തെറ്റ് ചെയ്ത് ജയിലിലായാൽ MLA-മാരുണ്ട്, MP-മാരുണ്ട്, മന്ത്രിമാരുണ്ട്, മുഖ്യമന്ത്രിമാരുണ്ട്, പ്രധാനമന്ത്രിമാരുണ്ട്, ജഡ്ജിമാരുണ്ട്. ഇത് ധൈര്യമല്ലേ, അതെങ്ങനെങ്കിലും കണ്ട് രക്ഷപ്പെട്ടോളും എന്നാണ് ആളുകളുടെ തോന്നല്. അതുകൊണ്ടാണ് കുറ്റകൃത്യം വർദ്ധിക്കുന്നത്. നമ്മുടെ ഇപ്പൊ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി, ഞങ്ങളുടെയൊക്കെ MP, അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഇത് ജിഷയെ പോലുള്ള ഒരു കൊലപാതകം നടന്ന സമയത്ത് മാധ്യമപ്രവർത്തകരോട്, അന്ന് അദ്ദേഹം MP-യോ മന്ത്രിയോ ഒന്നും ആയിട്ടില്ലാന്ന് തോന്നുന്നു, മന്ത്രി എന്തായാലും ആയിട്ടില്ല, MP-യും അല്ലാന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞു സൗദി അറേബ്യയിലെ നിയമം ഇവിടെ കൊണ്ടുവരണമെന്ന്. ഉള്ളിന്നാണ് വരുന്നത്. എല്ലാ മനുഷ്യന്മാരും അങ്ങനെ തന്നെ. അള്ളാഹു നമ്മളെ മക്കളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമുക്ക് വേണ്ടപ്പെട്ട വല്ല കുട്ടിക്കുമാണ് അങ്ങനെ വല്ല ആപത്തും വന്നതെങ്കിൽ നാം എന്താ പറയാ? കൊല്ലണം അവന്, എന്റെ കുട്ടിയെ കൊന്നവനെ കൊല്ലണം എന്ന് പറയില്ലേ? അതാണ് പ്രകൃതിയുടെ തേട്ടം, അങ്ങനെ പറയാം. അപ്പൊ ഞാൻ വിശദീകരിക്കാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അവിടെ ഖിസാസ് എന്നതിന്, പ്രതിക്രിയക്ക് അല്ലാഹു തആല
കുത്തിബ അലൈക്കും, കുത്തിബ അലൈക്കും, നിങ്ങൾക്ക് മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിയമമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞൊരു കുത്തിബ അലൈക്കുമാണ് എന്ത്? സിയാം. കുത്തിബ അലൈക്കും സിയാം. ഇതെന്ത്? അതിന് ഇത് തമ്മിൽ എന്താ ബന്ധം? ക്രിമിനൽ നിയമം ഉണ്ടായത് കൊണ്ടോ സിവിൽ നിയമം ഉണ്ടായത് കൊണ്ടോ മനുഷ്യന്മാരതൊന്നും പാലിച്ചുകൊള്ളുന്നില്ല. അതിന്റെ അപ്പുറം ഈ നിയമങ്ങളൊക്കെ അനുസരിക്കുന്ന, ദൈവത്തെ ഭയപ്പെടുന്ന, പടച്ചതമ്പുരാന് ഭയപ്പെടുന്ന ഒരു ആത്മീയ ചൈതന്യം മനുഷ്യന്റെ ഉള്ളിലുണ്ടാകണം. അത് നേടിയെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കുത്തിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് മേൽ സിയാം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. മനസ്സിലാവണില്ലേ? മനസ്സിലാവാതെ കുറെ കേട്ടിട്ട് കാര്യമില്ല. മനസ്സിലായ? എന്ത് മനസ്സിലായെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പണ്ടൊരു ഉസ്താദ് ക്ലാസ് എടുക്കുകയാണ് അത്രേ. ഉസ്താദ് ഈ അറബിക്ക് ഗ്രാമർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ഫഅല സൈദുൻ, പിന്നെ ലറബ സൈദുൻ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ ഫഅല, അറബി കുറച്ച് അറിയുന്നവർക്ക് അറിയാം. ഫഅല ഫീൽ മാലിയാണ്, സൈദുൻ അത് ഫായിലാണ്, പിന്നെ മഅറൂഫുൻ ബിൽ മർഫൂഉൻ ബിൽ ലമ്മത്തി എന്നൊക്കെ പറയും. ഉസ്താദ് ഇങ്ങനെ പറയുന്ന തിരിച്ചും മറിച്ചും അങ്ങനെ പറയുന്നേ. കുട്ടികൾ ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഉസ്താദിന് ഇത് എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നൊരു പിടുത്തം കിട്ടണമില്ല. അവസാനം ഉസ്താദ് ചോദിച്ചത് കുറെ കഴിഞ്ഞപ്പോൾ ഉസ്താദ് ചോദിച്ച്, മനസ്സിലായ? അപ്പൊ കുട്ടികൾ മനസ്സിലായി. ഹാവു സമാധാനായി അല്ലേ? അപ്പൊ ഒരുത്തരോട് എന്താ എനിക്ക് മനസ്സിലായി? എന്താ ഈ പറയണമെന്ന് ഉസ്താദിനൊന്നും മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായതാ. അല്ല, കുറെ കേട്ടിട്ട് കാര്യമില്ല, നമുക്ക് മനസ്സിലാക്കണ്ടേ? കുറെ സാഹിത്യവും സംഗതിയൊന്നും പറഞ്ഞിട്ടില്ല, നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ മനുഷ്യന് കുറെ ഇങ്ങനെ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടൊന്നും കാര്യം. നമ്മുടെ രാജ്യത്തൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഉടനെ എന്ത് ചെയ്യും? നിയമം കൊണ്ട് നിർമ്മിക്കും. ഇതൊന്നും പാലിക്കാനുള്ളതല്ല. നിയമം നിർമ്മിക്കാൻ എന്ത് ചെയ്യും? അത് ഇസ്ലാം പറഞ്ഞു, അത് ഉൾക്കൊള്ളുന്ന, നിയമത്തെ പാലിക്കുന്ന ആത്മീയമായ ചൈതന്യം ഉണ്ടാകണം. ആ ആത്മീയമായ ചൈതന്യ തഖ്വ ഉണ്ടാക്കാനാണ് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വ ഉള്ളവരായി തീരാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയത്. തഖ്വ, ഒരാൾ നോമ്പെടുത്തിട്ട് അയാൾക്ക് നോമ്പിലൂടെ തഖ്വ ഉണ്ടാകുന്നില്ലെങ്കിൽ അയാൾ നോമ്പ് വേസ്റ്റ് ആണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരാൾ നിസ്കരിച്ചു, ഒരാള് മൊബൈല് ചാർജ് ചെയ്തു, മൊബൈൽ ചാർജിൽ കുത്തിവെച്ചു, അരമണിക്കൂർ കഴിഞ്ഞ് വന്നു നോക്കുമ്പോൾ ചാർജ് ആയിട്ടില്ല. എന്താ പറ്റിയത്? ചാർജ് കയറിയിട്ടില്ല. കറണ്ട് ഉണ്ടായിരുന്നു, സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു, ശരിക്കും കുത്തിയത് കറക്റ്റ് ആയിരുന്നു. എവിടെയോ എന്തോ തകരാറുണ്ട്, ചാർജ് ചെയ്താലും കയറിയിട്ടില്ല. കയറിയാൽ നമ്മൾ കാണൂലേ? ഒരാൾ നിസ്കരിക്കുമ്പോ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് നിസ്കരിച്ചാൽ, എന്നിട്ടാ നിസ്കാരം അല്ലാഹു അക്ബർ മറ്റല്ല തുടങ്ങുക. എന്താ അർത്ഥം? അല്ലാഹു അക്ബറിന്റെ അർത്ഥം എന്താ? അല്ലാഹു വലിയവനോ? നിങ്ങളൊക്കെ നല്ല അത്യാവശ്യം അറിവുള്ള ആളുകളാണ്, അപ്പൊ കൃത്യമായ അനുസരണം പറയും. ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യല്ല കേട്ടോ. അല്ലാഹു അക്ബർ എന്റെ അർത്ഥം അല്ലാഹു ഏറ്റവും വലിയവൻ. അല്ലാഹു വലിയവൻ എന്നല്ല, അല്ലാഹു വലിയവൻ എന്ന് അല്ലാഹു കബീർ എന്ന് പറയാ. അല്ലാഹു വലിയവൻ, അല്ലാഹു അക്ബർ ആണ്, അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ. ബാക്കിയൊക്കെ എനിക്ക് ചെറുതാണ്. എന്നാ കൈയ്യണ്ട് കെട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് വലുതാണ്. അങ്ങനെയാണ്, ശരിയല്ലേ? എല്ലാ ഓർമ്മകളും ഇദാ സല്ല അഹദക്കും, നിങ്ങൾ ആരെങ്കിലും നിസ്കാരത്തിലേക്ക് പ്രവേശിച്ച ഉടനെ വരും ശൈത്താൻ. എന്നിട്ട് ശൈത്താൻ ഇങ്ങനെ മനസ്സിൽ പറയും ഉദ്കുർക്കഥ. അത് ഓർത്തു നോക്ക്. ഈ സഫൂറാക്ക് 500 റുപ്യ കൊടുക്കാല്ലേ? അല്ലേ? ഓർമ്മ വരും. പണ്ടൊരു പെട്ടിക്കടക്കാരൻ മറ്റേ ആരോ ചോദിച്ചത്രേ, പിന്നെ നിങ്ങൾ എങ്ങനെ ഇത്രയും തിരക്കിന്റെ ഇടയിൽ കണക്കും കാര്യങ്ങളൊക്കെ നോക്കണേ? അതിന് മോനെ ഇടക്കിടക്ക് പോയിട്ട് 2 റക്അത്ത് നിസ്കരിക്കും. അള്ളാഹു കോളേജ് ഇവര് തിരക്കില്ലല്ലോ, സുഖമായിട്ട് സുബൈറിന് 2000 ഇങ്ങോട്ട് കിട്ടാണ്ട് അങ്ങോട്ട് കൊടുക്കാണ്ട്, ഇതൊക്കെ നിസ്കാരത്തിലാണ്. അപ്പൊ നമുക്ക് അള്ളാഹു അല്ലാത്തൊക്കെ നമുക്ക് വലുതായി മാറിയാണ് നിസ്കാരം. ഒരു ചെറിയ കഥ കൂടി പറയാ, ഞാൻ പറഞ്ഞിട്ടുണ്ടാവട്ടാ. പിന്നെ ഇവിടുത്തെ പെണ്ണുങ്ങളല്ല, 3 പെണ്ണുങ്ങൾ നിസ്കരിച്ച കഥ കേട്ടില്ലേ? കേട്ടിട്ടുണ്ടാ? ഇല്ല. 3 പെണ്ണുങ്ങൾ നിസ്കരിച്ചു എന്നാ. നിസ്കരിച്ചപ്പോ ഒരാൾ ഇമാം വന്ന്, 2 മാമും വന്നിട്ട് ഇങ്ങനെ അള്ളാഹു അക്ബർ കൈ കെട്ടി നിസ്കാരം ഇങ്ങനെ കുറച്ച് പോയപ്പോ ഒരു പൂച്ച ഉള്ളിലൂടെ പോയി. ഇവരെ നിസ്കാര കുപ്പായത്തിന്റെ ഇടയിലും ഇതൊക്കെ ആയപ്പോ ആകെ കൺഫ്യൂഷനായി. ഇമാമ് പറഞ്ഞത്രേ, പൂച്ച, ഹൈ നിസ്കാരത്തിന്റെ ഇടയിൽ പൂച്ച.
അപ്പൊ ബേക്കിൽ നിന്ന് ഒരു മാമൂൻ പറയണ്ടേ ഈ നിസ്കാരത്തിന് വർത്താനം പറഞ്ഞ നിസ്കാരം ബാത്തിലാവൂലേന്ന്. അപ്പൊ മൂന്നാമത്തോള് അതുകൊണ്ടാണ് പിന്നെ ഞാനൊന്നും ഉണ്ടാണ്ട് നിൽക്കണേന്ന് പറഞ്ഞ മാതിരി യഥാർത്ഥത്തില് നിസ്കാരത്തോണ്ട് കിട്ടേണ്ട ചൈതന്യം കിട്ടുന്നില്ലെങ്കിൽ ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ അത് കിട്ടണ്ടേ മിനിമം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നോമ്പ് കൊണ്ട് കിട്ടേണ്ടത് എന്താണ്? തഖ്വയാണ്. നോമ്പ് കഴിയുമ്പോ പരിശുദ്ധ റമളാൻ വിട പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. എപ്പോഴാ പറഞ്ഞത്? എവിടെയാ പറഞ്ഞത്? ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് ശഹ്റു റമളാൻ എന്ന് പറഞ്ഞ റബ്ബ് സുബ്ഹാനഹു വ തആല. എന്നിട്ട് ഇങ്ങനെ വിശദമായി പറഞ്ഞിട്ട് അവസാനം പറയാ വലിതുകബ്ബിറുല്ലാഹ, അള്ളാഹുവിനെ തക്ബീർ ചൊല്ലാൻ വേണ്ടി. ഈ തക്ബീർ എപ്പോഴാ ചൊല്ലുക? ഈ തക്ബീർ ചൊല്ലുക ശവ്വാലിന്റെ അമ്പിളി അങ്ങ് പ്രത്യക്ഷപ്പെടുമ്പോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ തക്ബീർ ഇങ്ങനെ മുഴക്കും അല്ലേ? അത് എവിടെ നിന്ന് വരണം? ഉള്ളിൽ. ഇപ്പൊ എന്തുകൊണ്ട് തക്ബീർ കുറഞ്ഞു? പണ്ട് കുറേ നേരം തക്ബീർ ചൊല്ലും, മാസം കണ്ടാ പിന്നെ തക്ബീർ തന്നെ തക്ബീർ. ഇപ്പൊ പിന്നെ തക്ബീർ കംപ്ലീറ്റ് ഇങ്ങനെ വിടുക നമ്മള് അല്ലേ? ഈ ഇന്നാലില്ലാഹി വിടണ മാതിരി. മരിച്ചു കഴിഞ്ഞാൽ ഇന്നാലില്ലാഹി വിടില്ല ആൾക്കാര്. ഞാനിങ്ങനെ ആലോചിക്കും, ഇന്നാലില്ല ഈ മയ്യത്തിന് എന്തോ ആശ്വാസം കിട്ടും നമ്മളിങ്ങനെ ഇന്നാലില്ലാഹി വിട്ടുകൊടുത്ത. ഇന്നാലില്ലാഹി നമുക്കുള്ളതാണ്. ഒരു ആപത്ത് വന്നു എന്ന് ഒരു മരിച്ച നമ്മളോട് പറയണം, നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണം. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയണം. ആ ഒരു മരണത്തെ ഓർക്കണം. ഇത് മരിച്ച ആൾക്ക് എന്തോരം ഇന്നാലില്ലാഹി അല്ലേ ആ മനുഷ്യര് കിട്ടിയിട്ടുള്ളത്. അത് അയാൾക്കുള്ളതല്ല, നമുക്കുള്ളതാ. തക്ബീർ എന്ത് ചെയ്യണം? കുറയാൻ കാരണം നമ്മുടെ തഖ്വയുടെ അളവ് കുറഞ്ഞു. തഖ്വ ഉള്ള ഒരാൾക്ക് ഈ കുട്ടികൾ ഫുട്ബോൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് ക്രിക്കറ്റ് കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നമുക്ക് തോന്നും കുട്ടികൾക്ക് ഭ്രാന്താന്ന്. ഈ ബൈക്ക് ഇങ്ങനെ റൈസ് ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവരിങ്ങനെ കപ്പ് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ പോകുമ്പോ എന്താണ് ഈ കുട്ടികൾക്ക് പറ്റിയത്? ഭ്രാന്താണോ കുട്ടികൾക്ക്? തോന്നൂലേ നമുക്ക്? അവർക്ക് അതിലുള്ള ആഹ്ലാദമാണ്. കാരണം അവർ അത്ര റിസ്ക് എടുത്തിട്ടുണ്ട്, മാസങ്ങള് അവര് ഹാർഡ് വർക്ക് ചെയ്തതിന്റെ റിസൾട്ട് കിട്ടിയ പിന്നെ അവര് ആഹ്ലാദിക്കണ്ടേ? യഥാർത്ഥത്തിൽ പരിശുദ്ധ റമളാൻ കടന്നു വന്നിട്ട് രാവും പകലും നോമ്പ് കൊണ്ടും തറാവീഹ് കൊണ്ടും തഹജ്ജുദ് കൊണ്ടും ദിക്റുകൾ കൊണ്ടും ഖുർആൻ പാരായണം കൊണ്ടും പരിശുദ്ധ റമളാനിനെ മനോഹരമാക്കിയ ഒരു മനുഷ്യന് ശവ്വാലിന്റെ അമ്പിളി എന്ന് പ്രത്യക്ഷപ്പെട്ടു എന്ന് കേട്ടാൽ അവന്റെ അധരങ്ങളിൽ നിന്ന് വരികയാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതിങ്ങനെ ഇടതടവില്ലാതെ വരും. അങ്ങനെ വരുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതിനെന്ത് വേണം? തഖ്വ വേണം. അപ്പൊ എന്ത് തഖ്വ? തഖ്വ എന്താ? ഈ സൂക്ഷ്മത അല്ലേ? നമ്മളൊക്കെ സൂക്ഷ്മത ഉണ്ടല്ലോ കാണിച്ചെന്നെ. റമളാൻ കഴിയട്ടെ എന്ന് പറയുന്ന ആൾക്കാർ നോമ്പുണ്ടായി പോയി. റമളാൻ കഴിയട്ടെ. അപ്പൊ റമളാൻ കഴിഞ്ഞാൽ ഞാൻ പഴയ പോലെ തന്നെ ആവട്ടാ എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള എന്താ? അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കുന്നിടത്തുള്ള സൂക്ഷ്മതയാണല്ലോ തഖ്വ. അത് എപ്പോഴാ? നിസ്കാരത്തിലാണോ? നിസ്കാരത്തിൽ വേണ്ട ഒന്നല്ല തഖ്വ. തഖ്വ എന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഇത് അത്രയും പ്രധാനപ്പെട്ടതാണ്. കാരണം പരിശുദ്ധ ഖുർആൻ ഒരിക്കൽ ഖുർആനെ കുറിച്ച് പറഞ്ഞപ്പോ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. തഖ്വ ആർക്കുള്ളതാ? ഖുർആൻ. ഹുദൽ ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് വഴി കാണിക്കുന്നതാണ് ഖുർആൻ. സ്വർഗത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഖുർആൻ പറഞ്ഞു ഉഇദ്ദത ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാണ്. നോമ്പിനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു ലഅല്ലക്കും തത്തഖൂൻ, അത് തഖ്വ ഉണ്ടാകാൻ വേണ്ടിയുള്ളതാണ്. അത്രയും പ്രധാനപ്പെട്ടത് മാത്രമല്ല, ആരുടെ അമലാണ് സ്വീകരിക്കുക? ഖുർആൻ പറഞ്ഞു ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖ്വ ഉള്ളവരിൽ നിന്ന് മാത്രമേ അല്ലാഹു തആല അമലുകൾ സ്വീകരിക്കുകയുള്ളൂ. എല്ലാ വെള്ളിയാഴ്ചകളിലും ഒരു മഹല്ലത്തിൽ മിമ്പറിൽ കയറിക്കൊണ്ട് ഖതീബ് ഇമാമ് സത്യവിശ്വാസികളെ തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യണം. അത്രയും പ്രധാനപ്പെട്ടതാ. എല്ലാ വെള്ളിയാഴ്ചകളിലും അങ്ങനെ ചെയ്യൽ നിർബന്ധമാണ്. കൊല്ലത്തിൽ റമളാൻ വരുമ്പോ കുറച്ചും കൂടെ ഇയർലി അതിന്റെ എന്താ പറയാ ഗ്രാഫ് വലിയ അളവിൽ
വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നോമ്പ് നൽകിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ സംസാരത്തിൽ തഖ്വയുണ്ട്. ഒരാളെ കുറിച്ചും ഈ റമദാൻ ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരികയാണല്ലോ, നമുക്കൊക്കെ നമ്മൾ ഈ കാണുന്ന നമ്മളല്ലല്ലോ, നമ്മൾ ആണോ? നമ്മൾ വീട്ടിലെത്തിയ വേറെ ആളുകളാണ്. നമ്മുടെ ഭാര്യയുടെ മുന്നില്, മക്കളുടെ മുന്നില്, ഭർത്താവിന്റെ മുന്നിൽ നമ്മൾ വേറെ ആളുകളാണ്. ഞാനും നിങ്ങളൊക്കെ അങ്ങനെ തന്നെ. ഈ മസിൽ പിടിച്ചിരിക്കണ നിങ്ങളൊന്നും അല്ല, നിങ്ങൾക്കറിയാം. ഞാനും അങ്ങനല്ല. അതൊക്കെ ഒരു സദസ്സിൽ വരുമ്പോഴുള്ളതാണ്. നമ്മൾ ചിലപ്പോ പിന്നെ വീട്ടിലാകുമ്പോൾ ചിലപ്പോ ഒരു ഡാൻസും ഒരു കളിയും ഒരു പാട്ടും ഉപ്പച്ചിര ചാടി മറിയലൊക്കെ ഉണ്ടാവും, ഒക്കെ സ്വാഭാവികമാണ്. പക്ഷെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്ന് നോക്കട്ടെ, ഗസ്റ്റ് വന്നാൽ എങ്ങനെ നമ്മൾ പെരുമാറുക? ഗസ്റ്റ് വന്നാൽ നമ്മൾ ഈ ചാട്ടൊക്കെ ഉണ്ടാവുക, സത്യക്ക് ആളുണ്ട് അല്ലേ? ഒരു ദിവസമല്ല, 2 ദിവസം, 3 ദിവസം. ആ ഗസ്റ്റിനെ പല രീതിയിൽ ആളുകൾ സ്വീകരിക്കും അല്ലെ? ചില ആളുകൾക്ക് അവർ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും. അവർ വന്നാല് എന്ത് ചെയ്യും? കാരണം അവർ പറഞ്ഞുകൊണ്ട് നമുക്ക് ഗുണം ഉണ്ടാവും. കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും, നമുക്കും കിട്ടും. അല്ലെങ്കിൽ ഇനി കുറെ കാലം കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അത് ചോദിക്കാം. അപ്പൊ അവർ വരുമ്പോ നമുക്ക് ഗുണം ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരിക്കും. നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ വരുമ്പോഴോ ഇന്ന് പോവോ അല്ലേ? ഇങ്ങനെ വല്ലാണ്ട് സൽക്കരിക്കാൻ നിൽക്കണ്ട. എന്തിനിപ്പോ ഇങ്ങനൊക്കെ സംസാരിക്കും? അത് നമ്മളെ മുഖത്തൊരു വെറുപ്പും ഒരു പ്രയാസം കണ്ട ഇവരെന്താണ് കിട്ടും? അതിക്ക് ഇവിടെ പിടിക്കണമെന്നില്ല. എൻ്റെ ഒരു അമ്മായും നമുക്ക് പോവാ നാളെ തന്നെ ഇല്ല, സുഖാരി പറയില്ലേ? അങ്ങനെ തന്നെയാണ്. ഒരു ഗസ്റ്റ് വരികയാണ് വീട്ടിലേക്ക്. പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. ആ ഗസ്റ്റ് 1 മാസം വീട്ടിലുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? 1 മാസം നമ്മുടെ സ്വഭാവത്തിൽ ഭയങ്കര വ്യത്യാസം വരും. നമ്മൾ പെട്ടെന്ന് ഇതിൽ കാണാൻ ശ്രമിക്കുമ്പോൾ പടച്ചോനെ റമദാൻ കൂടെയുണ്ട്, എന്തെങ്കിലും കേൾക്കാൻ ശ്രമിക്കുമ്പോൾ റമദാൻ കൂടെയുണ്ട്, എവിടെ പോയാലും എന്നോടൊപ്പം റമദാൻ ഉണ്ട്. 1 മാസം ഒരു ശല്യായി തോന്നുമോ? ശല്യായി തോന്നിയാ പോയി കാര്യം. റമദാൻ എന്റെ കൂടെയുണ്ട്. എന്റെ നാവ് ഞാൻ ശ്രദ്ധിക്കുന്നു, എന്റെ കണ്ണിനെ ഞാൻ സൂക്ഷിക്കുന്നു, എന്റെ കാതിനെ ഞാൻ സൂക്ഷിക്കുന്നു. ഞാൻ നിസ്കരിക്കാൻ പോകാതാകുമ്പോ പടച്ചോനെ എന്റെ ഗസ്റ്റിന് അത് ഇഷ്ടാകൂലല്ലോ, അപ്പൊ ഞാൻ നിസ്കരിക്കാൻ പോകും. അങ്ങനെ 1 മാസം നമ്മോടൊപ്പം ഉണ്ടാകുമ്പോ സ്വാഭാവികമായും നമ്മൾ ഭയങ്കര മാറ്റം വരും. റമദാൻ 1 മാസം വീട്ടിലുണ്ടായാല് ഭയങ്കര വ്യത്യാസം വരും. അത് കഴിഞ്ഞ് റമദാൻ പോകുമ്പോ ഭയങ്കര സങ്കടം വരും. ചില ആളുകൾക്ക് അതിന് പോയി കിട്ടിയാൽ മതി. പടച്ചോനെ 16 നോമ്പ് ഇന്ന്, അങ്ങനെ കേൾക്കാറുണ്ട്. 16 ചില ആളുകൾ ഇത്ര പെട്ടെന്ന് 16 അവർക്ക് പോകുന്ന വിഷമം. അതിപ്പോ ഞാൻ പറഞ്ഞത് കൊണ്ടോ നിങ്ങൾ കേട്ടത് കൊണ്ടോ അതൊക്കെ ഓരോരുത്തരൊക്കെ അതിന്റെ ഫീലിംഗ് ഉണ്ടാവുക. ഏതായാലും റമദാൻ ഇങ്ങനെ വരുമ്പോൾ ഒരു ആഹ്ലാദമുള്ളവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതല്ലെങ്കിൽ ചിലർക്ക് ആഹ്ലാദം പിന്നെ എന്താ പറയാ, ഭയങ്കര ക്ഷീണൊക്കെ ഉണ്ടേ. 30 ദിവസം നോമ്പൊക്കെ തുറന്ന് ഒന്ന് അല്ലെ നല്ല ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് ഒന്ന് വെളുത്ത് ഒന്ന് തുടുത്ത് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. ഏതായാലും നമുക്ക് തഖ്വ ഉണ്ടായിട്ട്, തഖ്വ സൂക്ഷ്മത ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഈ തഖ്വ ഉണ്ടാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളിലും സൂക്ഷിക്കണം. ഞാൻ ഇടയ്ക്ക് പാടാറുള്ള ഒരു പാട്ടാണ്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പാട്ടുണ്ട്, മനോഹരമായ പാട്ട്. നമ്മളൊക്കെ ഒരുപാട് കേട്ട പാട്ടാണ്. ആ പാട്ടിൽ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതമുണ്ട്. ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 കയ്യിൽ, ഉണ്ട് പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ഇസ്ലാമിക ചരിത്രത്തിലെ ഖാമിസു ഖുലഫാഇർ റാഷിദീൻ, 5ാം ഖലീഫ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ഉമവി ഭരണാധികാരികളിൽ പ്രധാനിയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങള് ഒരു വലിയ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ പ്രവിശ്യയുടെ ഭരണാധികാരിയാണ്. അമീറുൽ മുഅ്മിനീനാണ്. തന്റെ പ്രിയതമ, തന്റെ പ്രിയ പത്നി ഫാത്തിമ ബീവിയുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, ഫാത്തിമ 4 ഉറുപ്പിണ്ടടി, 4 അണ എന്റെ കയ്യിലേക്ക് മുന്തിരി തിന്നാൻ പൂതിയാകുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്നത്തെ നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനമൊന്നുമല്ല ആർക്ക്? ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്. അതിനേക്കാൾ അപ്പുറമുള്ള വിശാലമായ ഒരു പ്രവിശ്യയുടെ അമീറുൽ മുഅ്മിനീൻ സ്വന്തം പെണ്ണിനോട് ചോദിക്കുക, എന്റെ കയ്യില് ഫാത്തിമ 4 ഉറുപ്പിണ്ട മുന്തിരി ഞാൻ പൂതിയാകുന്നു. ഉണ്ടോ സഖി ഒരു കുല മുന്തിരി തിന്നിടുവാനായി 4 അണ കയ്യിൽ, ഉണ്ട് പ്രിയെ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ഒന്ന് ആലോചിച്ചു നോക്കെ അവര്. അങ്ങാര് എന്നറിയില്ലേ നിങ്ങൾ ഈ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും 4 അണയില്ല
യാചകനായെന്നോ. എന്താണ് നിങ്ങൾ ഈ പറയണത്? നിങ്ങൾ ഈ നാട്ടിലത്തെ അമീറല്ലേ? നിങ്ങൾക്ക് അതിന്റെ ബോധമൊന്നുമില്ലേ? നിങ്ങളിവിടുത്തെ സയ്യിദല്ലേ? എന്നിട്ട് 4 ഉറുപ്പ്യ നിങ്ങളെ കയ്യിലില്ലാന്നോ? പ്രാണസഖി നന്നായി അറിയാം ഞാൻ ഈ നാട്ടിൽ അമീറാണെന്ന്, എന്നാലും എന്റേതായൊരു ദിർഹമുമില്ല പ്രിയേ. എന്റെ കാശൊന്നും കയ്യിലില്ല, ഉള്ളത് മുഴുവനും പടച്ചറബിന്റെ ദീനിന്റെ പണമാണ്, രാട്ടത്തിന്റെ കാശാണ്. എന്റെ കാശായിട്ടൊന്നും കയ്യിലില്ല ഫാത്തിമ. അതുകൊണ്ടാ ഞാൻ നിന്നോട് ചോദിച്ചത്. ഒരു കിഴവി അവരുടെ വീട് പുനർനിർമ്മാണം ചെയ്യാനായി ഒരു ദിവസം ഉമറിൻ വീട്ടിൽ വന്നവർ ചൊല്ലുകയായി. ഒരു ദിവസം ഒരു ഉമ്മമ്മ ഖലീഫയുടെ കൊട്ടാരം ഇങ്ങനെ തെരഞ്ഞു കിടക്കുക. എവിടെയാണ് ഖലീഫ അമീറുൽ മുഅ്മിനീന്റെ കൊട്ടാരം? കൊട്ടാരം അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ ഒരു ചെറിയ കുടിലെത്തി. ആ കുടിലെത്തിയിട്ട് അവിടുത്തെ പെണ്ണിനോട് ചോദിക്കുക, ഒരു കാര്യം ചൊല്ലു പെണ്ണ്, ഉമർ ഖലീഫ താമസമെവിടെ? ഒരു കാര്യം അവരോടോതാൻ തങ്ങളുടെ വീടെവിടെ? മോളെ, എനിക്ക് അമീർ മുഅ്മിനീന്റെ വീട് അറിയോ? കാര്യം മൂപ്പരോട് സംസാരിക്കാനാ. ഇത് കേട്ട് പുഞ്ചിരിയോടെ ഫാത്തിമ ചൊല്ലി, നിങ്ങളിരിക്കൂ, ഇത് തന്നെ അവരുടെ വീട്, കാര്യം ചൊല്ലിടുവീൻ. നിങ്ങൾ ഇരിക്കുമ്മ, ഇതന്നെയാണ് ഖലീഫയുടെ വീട്, നിങ്ങൾ തെറ്റിയിട്ടില്ല, നിങ്ങൾ ഇരിക്കും, കാര്യം അറിയാം. ഈ കൂര ഇബ്നു ഖലീഫ തങ്ങളുടേതോ? സുബ്ഹാനല്ലാഹ്, ഇതുപോലെ വേറൊരു കുടിലും ഈ നാട്ടിലുമില്ലല്ലാഹ്. അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. ആ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങള് ഒരു ദിവസം വീട്ടിലെത്തിയപ്പോ കുട്ടികൾ ഇങ്ങനെ ബൈത്തുൽ മാലിന്റെ കാരക്ക എടുത്ത് തിന്നുക. ഇത് കാണേണ്ട താമസം പെട്ടെന്ന് കാരക്ക ഈ മറ്റേ പൊതുമുതലങ്ങാനം വയറ്റിലേക്ക് പോയാല് അതുകൊണ്ടുണ്ടാകുന്ന രക്തം, എനർജി എന്റെ കുട്ടികൾക്ക് ഹറാമ് തിന്നവരാകൂലേ എന്നുള്ള നിലക്ക് കുട്ടികൾ അവിടെ നിന്ന് പിടിച്ചിട്ട് തുപ്പ് മക്കളെ തുപ്പ്, അത് നമുക്ക് ഹലാലല്ല. സ്വാഭാവികമായിട്ട് ഉമ്മമാരോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളെ കുട്ടി ചെറിയ പൈതങ്ങൾ എടുത്താല് നിങ്ങൾ സമ്മതിക്കോ? എന്താണ് ഇതൊക്കെയാണോ ഇസ്ലാം? ഭയങ്കര വിഷമായില്ല ഫാത്തിമ ബീവിക്ക്. പക്ഷെ പറഞ്ഞു, ഫാത്തിമ അത് നമ്മുടെ മുതലല്ലല്ലോ, നമ്മളെ മക്കളെ ഹറാമ് തിന്നരുതല്ലോ. നമുക്കൊക്കെ എന്ത് ഹറാമിലെ, എന്ത് ഹലാലിലെ, എന്ത് ദൂർത്തിലെ, എന്ത് ആർഭാടല്ലേ, എന്ത് പലിശല്ലേ. ഇതാ പറഞ്ഞ ഉമ്മത്തിന്റെ വല്ലാത്ത ജീർണതയിലാണ് ഉമ്മത്തുള്ളത്. അത് കഴിഞ്ഞു. ദിവസങ്ങൾക്ക് ശേഷം ഒരിക്കൽ വീട്ടിലേക്ക് വന്നപ്പോ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോ ഭക്ഷണത്തോടൊപ്പം ഈത്തപ്പഴം അല്ലെങ്കിൽ കാരക്ക മക്കൾക്ക് തിന്നാൻ. അപ്പോ അമീർ മുഅ്മിനീൻ ചോദിച്ചു, ഇത് എവിടുന്നാ? ഫാത്തിമായി പറഞ്ഞു, നിങ്ങൾ ബേജാറാവണ്ട, ഇത് ബൈത്തുൽ മുതലിൻ്റെതല്ല, ബൈത്തുൽ മാലല്ല. പിന്നെ അനക്ക് എവിടെ നിന്ന് കിട്ടി? ഇത് എന്റെ പൈസ കൊണ്ട്. നിനക്ക് എവിടുന്ന് പൈസ? നിങ്ങൾ തരുന്ന ശമ്പളത്തിൽ നിന്ന് ഞാനൊന്ന് ചെലവിങ്ങനെ ചുരുക്കി പിടിച്ച് അതിൽ നിന്ന് ബാക്കിയിട്ടൊന്ന് ഞങ്ങളവിടെ കൊടുക്കാന്നൊക്കെ പറയും. കുടുക്കയിലിട്ട് വെച്ച് ആ കുടുക്ക ഞാൻ പൊട്ടിച്ചതാണ്. മഹാനവർഗം എന്താ ചെയ്തെന്നറിയോ? അത് ശരി, അപ്പൊ ഞാൻ നിനക്ക് തരുന്ന പൈസ കൂടുതലാണല്ലേ എന്ന് പറഞ്ഞ് അത്രയും പൈസ ശമ്പളത്തിൽ നിന്ന് പൊതുമുതലിൽ നിന്ന് കട്ട് ചെയ്തു എന്ന എന്തൊരു സൂക്ഷ്മത നോക്കി അവരുടെ ജീവിതത്തിൽ. അല്ലേ? നമ്മൾ നിസ്കാരത്തിൽ ഭയങ്കര സൂക്ഷ്മത, നിസ്കാരത്തിൽ ഭയങ്കര കാര്യം. പിന്നെ എന്താ പറയാ? അപായം എന്നല്ലേ പറയാ? ഈ ഇടുന്ന സാധനത്തിന് എന്താ പറയാ? അപായം. പേടിക്കണം എന്നതിന്റെ അർത്ഥം. അവരെ നമ്മളോട് പറയണത് ഇട്ടാ ഞങ്ങളെ പേടിക്കണം. ഇത് ഞാനതിന് പറയുന്ന പേരാണ് അപായം. പേടിക്കടാ. നിങ്ങളല്ലേട്ടാ, നിങ്ങൾ നല്ല സ്ത്രീകളാ. കുറെ ആളുകൾക്ക് വല്ല സൗകര്യത്തിനാണ്ട് ഇടാൻ പറ്റിയൊരു സാധനമാണത്, അല്ലേ? അത് കേസിൽ പിടിക്കപ്പെട്ടാലൊക്കെ അപായ. അതുവരെ തോന്നിയ വസ്ത്രങ്ങളും തോന്നിയ വേഷങ്ങളും സെൽഫിയും ആർഭാടങ്ങളും മറ്റേ എന്താ പറയാ അശ്ലീലങ്ങളൊക്കെ അത് പിടിക്കപ്പെട്ട ഉടനെ അപായ. ഈ മാസ്ക് കണ്ടുപിടിച്ച് ഏതായാലും നന്നായി, അല്ലെ? കൊറോണ വന്നുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ നമുക്ക് തഖ്വ ഉണ്ടാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നോമ്പ് നിർബന്ധമാക്കി. ആ നോമ്പിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാം. ഈ സൂക്ഷ്മത, ഈ ഒരു ബോധം നമുക്ക് എല്ലാ തലങ്ങളിലും, ജീവിതത്തിന്റെ എല്ലാ ഇടങ്ങളിലും നമുക്ക് അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് ഉയരാൻ കഴിയണം. അത് നമ്മൾ നോമ്പനുഷ്ഠിക്കണം. ഇങ്ങനെ ചെറിയൊരു ലോഫുണ്ട് അത്രേ.
ഈ പറയാൻ പോകുന്ന സംഭവം ഒരാൾ നോഫുണ്ട് എങ്കിലും അതിന്റെ കണ്ടന്റ് പ്രധാനമാണെന്ന് സലഫ് സാലിഹ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, ഹദീസായിട്ട് അങ്ങനെ വന്നോ ഇല്ലേ എന്നുള്ളത് അതൊക്കെ ചിലർ പറയുന്നുണ്ടെങ്കിലും അതിന്റെ ഉള്ളടക്കം ഉള്ളതാണ്. അതേതാണ്? നമ്മളൊരു ഒരു അസുഖം വന്നു ഒരാൾക്ക്, അയാള് ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ പറഞ്ഞു, പിന്നെ ഒരു കാര്യം ചെയ്യും, ഞാനൊരു മരുന്ന് കുറിച്ച് തരാം, 10 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അയാൾ പോയി 10 ദിവസം കഴിഞ്ഞിട്ട് വന്നു. കാരണം മരുന്ന് കഴിച്ചു, ഡോക്ടർ പറഞ്ഞ പോലൊക്കെ ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിന്റെ ആദ്യത്തെ 10 അവ്വലുഹു റഹ്മത്തുൻ, കാരുണ്യത്തിന്റെ 10 ദിവസത്തെ ഗുളികകൾ മരുന്ന് അല്ലാഹു തആല പറഞ്ഞു തന്നു. റഹ്മത്തിന്റെ 10 ആണ്. 10 ദിവസം കഴിഞ്ഞിട്ട് വരണം. 10 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ മരുന്നൊന്ന് മാറ്റി എഴുതി. പിന്നെ മഗ്ഫിറത്തിന്റെ 10 ആണ്. റഹ്മത്തിന്റെ 10 കഴിഞ്ഞ് പിന്നെ മഗ്ഫിറത്തിന്റെ 10 ആണ്. ആ 10ഉം കഴിഞ്ഞ് പിന്നെ ഡോക്ടർ അടുത്ത് ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു, ഓക്കെ, കുറെയൊക്കെ വ്യത്യാസമുണ്ട്, ഇനി ഇത്തുക്കും മിനന്നാറിന്റെ 10 ആണ്. പറ്റുമെങ്കിൽ എന്ത് ചെയ്യണം? ഈ നല്ലൊരു ഹോസ്പിറ്റലിൽ 10 ദിവസം ഇവിടെ കിടന്നോ. മനസ്സിലായ? അഡ്മിറ്റ് ആവാൻ പറ്റും 10 ദിവസം. ഒരു ഗുരുതരമായ ഒരു രോഗം ഒരാൾക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. മൂപ്പര് വലിയ ജോലിക്കാരനാണ്, വലിയ എന്താ പറയാ, ഒരുപാട് തിരക്കുള്ള മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന് കാര്യം, അള്ളാഹു നമ്മ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ, കാര്യമായ ഒരു അസുഖം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ എന്താ ചെയ്യാ? ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ആണ്. അഡ്മിറ്റ് ആവില്ലേ? അഡ്മിറ്റ് ആവും. കാരണം എന്താ? അസുഖം അങ്ങോട്ട് മാറണ്ടേ. 10 ദിവസം പറ്റുന്നവരൊക്കെ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകണം. മനസ്സിലായ? ഇയാൾ എന്തൊക്കെയാ പറയണം? പക്ഷേ ക്രസന്റ് ഹോസ്പിറ്റലിൽ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്യേണ്ടി വരെ 10 ദിവസത്തെ ഇഅ്തികാഫാണ് റസൂലിന്റെ സുന്നത്ത്. അവസാനത്തെ 10 അങ്ങനെ ഈ 3 10കളും കൃത്യമായി നമ്മൾ ഉപയോഗിക്കുക. എന്നിട്ടോ നമ്മൾ നോമ്പ് ഈ പറഞ്ഞ പോലെ നോമ്പനുഷ്ഠിക്കണം. അള്ളാഹ് പറഞ്ഞത് എങ്ങനെയാണ്? നോമ്പ് എന്ന് പറഞ്ഞാല് വെറും അന്നപാനീയങ്ങൾ മാത്രം ഒഴിവാക്കലല്ല. കണ്ണിന്, കാതിന്, എല്ലാ അവയവങ്ങൾക്കും നോമ്പാണ്. നാവിന് അങ്ങോട്ട് കെട്ടിയിടുക. പിന്നെയോ ഒരു വിരുന്നുകാരൻ നമ്മുടെ വീട്ടിൽ 24 മണിക്കൂറും ഒരു ഗസ്റ്റ് ഉണ്ട് എന്നുള്ള ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. തറാവീഹ് നിസ്കാരം നിർവഹിക്കണം. നമ്മൾ നിർവഹിക്കണം. മറ്റൊരു കാര്യം ഇതിനോട് ഏഡ് ചെയ്ത് പറയട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പറഞ്ഞത് എന്താ? നോമ്പ് തഖ്വണ്ടാകാനല്ലേ. എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂമു തസിഹു, നിങ്ങൾ നോമ്പെടുക്കൂ, ആരോഗ്യമുള്ളവരാകൂ. നോമ്പെടുത്താൽ ആരോഗ്യമുണ്ടാകുന്ന ഇസ്ലാം. ഇന്നത്തെ നോമ്പോട് ആരോഗ്യം ഉണ്ടാവോ? ശവ്വാല് പെരുന്നാൾ കഴിഞ്ഞാൽ ഉടനെ ഒരുപാട് ആളുകൾ അഡ്മിറ്റ് ആക്കുകയാണ്. പ്രഷറും ഷുഗറും ഒക്കെ കൂടി. ഇത് വെറുതെ പറയല്ല. ഭക്ഷണം കുറക്കണം. ക്രമാതീതമായി വലിച്ചു കയറ്റല്ലേ. തിന്ന് വയറ് നിറച്ചിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക. പഠിച്ചോനെ, ഈ ഒരു ഇതിന് സ്പേസ് ഇല്ലല്ലോ. ശ്വാസം പോലും വിടാൻ പറ്റുന്നില്ല. നമ്മുടെ വയറിനെ 3 ഭാഗമാക്കണം. ആർക്ക് വേണം ഈ സുന്നത്ത്? സമസ്തക്കാർക്ക് വേണോ? മുജാഹിദുകാർക്ക് വേണോ? ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് വേണോ? തബ്ലീഗുകാർക്ക് വേണോ? ആർക്കും വേണ്ട. ഏത് സുന്നത്ത്? വയറിനെ 3 ആക്കണം. അതിലൊക്കെ നമ്മൾ ഒറ്റക്കെട്ടാണ്. വയറ്, ഇനി നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. വയറിനെ നമ്മുടെ ആമാശയത്തെ 3 ഭാഗമാക്കണം. അതിൽ1 ഭാഗം മാത്രം ഭക്ഷണത്തിന്. നമ്മൾ ആദ്യം മൊത്തം അത് ഫില്ല് ചെയ്യും. പിന്നെ എവിടേക്ക് വെള്ളം കുടിക്കണേ? അപ്പൊ ഇതിങ്ങനെ വീർത്ത് വരും. നിരന്തരമായി തള്ളിക്കൊണ്ടിരുന്ന അതിന്റെ ഫലം അവിടെ കാണും. നിരന്തരമായി തള്ളുകയാണ്. എന്നിട്ട് പിന്നെ 1 ഭാഗം ഹെയർ. പിന്നെ എന്ത് ഹെയർ? ആ ഹെയറൊക്കെ ഇങ്ങനെ പോകും. ഇതാണ് നമ്മൾ വിചാരിച്ച ഹെയർ. അപ്പൊ ഭക്ഷണം വലിയ അളവിൽ കുറക്കുക. ഭക്ഷണം കുറച്ച് നോമ്പിന്റെ ചൈതന്യത്തോടുകൂടി. നോമ്പ് ഒരു 10-20 ആയാലും ഇങ്ങനെ ആകെ മെലിഞ്ഞ് ഒട്ടി ക്ഷീണിച്ച് അങ്ങനെ ആകണം നോമ്പ്. എന്തു പറ്റി? നോമ്പല്ലേ. വാഹനം സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മറ്റേ സർവീസിനോട് കൊടുത്തു നോക്ക്. എന്നിട്ട് 1 ആഴ്ച കഴിഞ്ഞിട്ട് പോയി നോക്ക്. ഒരു ടയർ അവിടെ, മറ്റേ ടയർ ഇവിടെ, ബോഡിയൊക്കെ അയച്ച് ആകെ വൃത്തികേടായി ഉണ്ടാവും. നമുക്ക് ആർക്കും ദേഷ്യം വരില്ല. കാരണം എന്താ? അത് നന്നാക്കാൻ വേണ്ടിയാണ്. ക്ഷീണിക്കണം. അപ്പൊ അത്താഴം കഴിക്കേണ്ടത് ശ്രദ്ധിക്കണം. നോമ്പ് തുറക്കുമ്പോഴും നോമ്പ് തുറക്കുമ്പോ പിന്നെ ഈ റെയിൽവേയുടെ ഗേറ്റ് തുറന്ന മാതിരി നമ്മളൊക്കെ നോമ്പ് തുറക്കണം. ആ നോമ്പ് ഇപ്പൊ തറയി മാറിക്കണം നമ്മൾ. എന്നിട്ട് മുമ്പൊക്കെ ഉണ്ടായിരുന്നു ഈ ബിരിയാണിയൊക്കെ തിന്നില്ല നോമ്പുറക്ക്. ഈ കട്ടിയുള്ള രാവിലെ മുതൽ വൈകുന്നേരം വരെ കാലിയാക്കിയിട്ടിട്ട് അതിലേക്ക് നമ്മൾ ഈ ബിരിയാണിയൊക്കെ കൊണ്ടുപോയി കൊട്ടുക. എല്ലാ രോഗത്തിന്റെയും കാരണം വയറാണ്, ബത്തനാണ്, പള്ളയാണ്. അതുകൊണ്ട് ഭക്ഷണം കുറയ്ക്കുക, വെള്ളം കുറയ്ക്കുക. നമ്മൾ വെള്ളം ക്രമാതീതമായി വെള്ളം കുടിക്കും. ഡോക്ടർമാരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയുന്നത് ദീനാണ്. വെള്ളം 1/3 കുടിക്കാവൂ. 1 ഇവിടെ അത് ഫുള്ളായിട്ട്
പിന്നെ മൂന്നിലൊന്നും അവിടെ ഇല്ല. പിന്നെ എന്ത് പറയാനാ? അതുകൊണ്ട് ഭക്ഷണം നന്നായി കുറച്ച്, ഇശായിന് ശേഷം ഭക്ഷണം കഴിക്കലേ ഇല്ല. ശരിക്ക് വളരെ അനിവാര്യമായ ഘട്ടങ്ങളിലല്ലാതെ ഇശായിന് ശേഷം ഭക്ഷണം കഴിക്കല് റസൂലിന്റെ സുന്നത്തിന് എതിരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണ്. എന്നാൽ എല്ലാവരും ഐക്യത്തിലാണ്, എല്ലാവരും ഒറ്റക്കെട്ടാണ് ആ കാര്യത്തിൽ. രാത്രി 10:30-ക്കും 11 മണിക്കും 12 മണിക്കൊക്കെ തിന്നെ. നേരത്തെ പറഞ്ഞ ഹദീസിനോട് ചേർന്നൊരു സംഭവം, ലോകാവസാനത്തോട് അടുക്കുമ്പോൾ ഈ ഉമ്മത്തിന്റെ പ്രധാന ഉദ്ദേശം ബുത്തൂനുഹും, പള്ളന്നെ തിന്നണം. അതിങ്ങനെ പൊരിച്ചതും വറുത്തതും. നിങ്ങൾ നോക്ക്, ഭക്ഷണത്തിന്റെ പേരുകൾ ഓരോ ദിവസം പുതിയ പുതിയ പേരുകളാണ് മാർക്കറ്റിൽ. അതുപോലെ തന്നെ അസുഖത്തിന്റെ പേരും, അല്ലെ? കാരണം ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ടതാണ്. ഡോക്ടർമാര് പറയും ഇത് സുഡോണിസ് ഫിറ്റാണ്, ഇതാണ് ഇതിന്റെ ടേം. ഇതിൽ എന്താ പറയാ, മെഡിക്കൽ ഇതിൽ ഇത് പറയാ. നമുക്ക് എന്താ അതന്നെ ആയിക്കോട്ടെ. പുതിയ പുതിയ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണങ്ങളോ ഈ മെനു നോക്കിയാൽ ഒരു പിടുത്തം കിട്ടൂല. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മൾ തകർക്കുകയാണ്, ഈ ഉമ്മത്തിനെ നശിപ്പിക്കുകയാണ്. കുറെ ഒന്നും തിന്നണ്ട, കുറച്ച് തിന്നാ മതി, അല്പമാത്രം തിന്നു. നമ്മളൊക്കെ പറയും, ആയിഷ ബീവിയുടെ ഒക്കെ ഒരു കാരക്ക ഉണ്ടായിരുന്നുള്ളൂ വീട്ടില് നോമ്പ് തുറക്കാൻ. ആ സമയത്താണ് ഒരു സാധു വീട്ടിലേക്ക് കയറി വന്നത്. ആ കാര എന്ത് ചെയ്യും, അതങ്ങോട്ട് എടുത്തു കൊടുത്തു. പറയാൻ എന്ത് സുഖാലേ. മറ്റേ ഗൾഫിലെ കാരക്കൊണ്ട് നോമ്പറന്ന കഥയൊക്കെ നമ്മൾ കേട്ടതല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മൂമിനീങ്ങളെ, നമ്മൾ പിന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം, തറാവീഹിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം, നോമിന്റെ കാര്യം ശ്രദ്ധിക്കണം. പിന്നെയോ നമ്മുടെ കൽബ് ഇങ്ങനെ തെളിഞ്ഞു വരാൻ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. ശൈത്താൻ പറയുന്ന ഒരു കാര്യം സലഫുസ് സാലിഹീങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അഹ്ലക്തുന്നാസ, ജനങ്ങളെ ഞാൻ നശിപ്പിക്കും. ജനങ്ങളെ ഞാൻ പല വിധത്തിലുള്ള ചിന്തകളും മോഹങ്ങളും അവരെ കൽബിൽ ഇട്ടുകൊടുത്ത് ഞാൻ അവരെ നശിപ്പിക്കും. ഫഅഹ്ലകൂനി, അപ്പോൾ അവരെന്നെ തകർത്ത് കളയും, അവരെന്നെ നശിപ്പിച്ചു കളയും. ബിലാ ഇലാഹ ഇല്ലല്ലാഹ് വൽ ഇസ്തിഗ്ഫാർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അവരെന്നെ തോൽപ്പിക്കും, ഇസ്തിഗ്ഫാർ കൊണ്ട് അവരെന്നെ പരാജയപ്പെടുത്തും. ശൈത്താനെ പരാജയപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മരുന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഇരുമ്പ് ഇരുമ്പൊക്കെ ഇരുമ്പ് തുരുമ്പെടുക്കുന്ന പോലെ മനുഷ്യന്റെ കൽബ് തുരുമ്പെടുക്കും, മാറാതെ പറ്റും. ഒരു ഡ്രസ്സ് എത്ര ദിവസം ഇടും നമ്മൾ, വാഹനം എത്ര ദിവസം കഴുകാതെ ഇടും. എന്നാൽ കൽബിലേക്ക് നമ്മൾ കാണുന്നത്, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്നത്, എല്ലാ കാര്യങ്ങളിലൂടെയും കൽബ് ഇങ്ങനെ എന്താ പറയാ കറുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആ കൽബിനെ വൃത്തിയാക്കാനുള്ള ഏറ്റവും നല്ല മരുന്നുകളിൽ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ജദ്ദിദു ഈമാനക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം അറിഞ്ഞ് പറഞ്ഞോളി, റമദാനിൽ വർദ്ധിപ്പിച്ചോളൂ. നമ്മുടെ ഈമാൻ ഇങ്ങനെ എന്തായി വരും, തെളിഞ്ഞു വരും. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോളൂ, തെളിഞ്ഞു വരും. മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ, അല്ലെ? മരണത്തെക്കുറിച്ച് പറയുമ്പോ വീട്ടിലെമെത്ത വിരിഞ്ഞ നമുക്ക് കാട്ടിലാറടി മണ്ണാണ്, വീട്ടിലെമെത്ത വിരിഞ്ഞ നമുക്ക് കാട്ടിലാറടി മണ്ണാണ്, ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്, ഇലയിന്മേൽ തണ്ണീരാതും ചേർത്ത് മണ്ണതിനാനെ അടവാക്കും കാബർ ബോജോറിലേ. ഇന്നിപ്പോ നമ്മൾ സുലൈമാൻ സാഹിബ് മരിച്ചു, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ, അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്ക്, മരണത്തിന് വല്ല പ്രായമുണ്ടോ? ഇത്ര വയസ്സായാലേ മരിക്കുള്ളൂ, അങ്ങനെ ഉണ്ടോ? മലക്കുൽ മൗത്ത് എപ്പോ വേണമെങ്കിലും വരാലോ. പടച്ച തമ്പുരാനെ, എന്നെങ്ങാനും മരിച്ചാൽ പിന്നെ നമ്മൾ കബറിലാണ്. ഇഷ്ടജനങ്ങളെ വിട്ടു പിരിഞ്ഞ് കട്ടിലേറിപ്പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ, അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു ഉലകത്തിൽ തണി എന്നിലാരെന്ന്. എത്ര മനോഹരമായ പാട്ടാണ്. ഞാൻ അവസാനിപ്പിക്കുക, അതുകൊണ്ട് പരിശുദ്ധ റമദാൻ വരുന്നു, അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നു, ഇദാ ജാഅ റമളാനു ഫുതിഹത് അബ്വാബുൽ ജന്ന. റമളാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളും തുറക്കപ്പെടും. വഗുല്ലികത് അബ്വാബുൻ നാർ, നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടും. വസുഫിദത് ശയാതീൻ, പിശാചുകളെ ബന്ധിക്കപ്പെടും. പിശാചുകളെ ബന്ധിക്കുന്ന പിശാചിനെ അങ്ങനെ ചങ്ങലെടുത്ത് കെട്ടിയിടുന്നു എന്നല്ല, അതൊക്കെ ഒരു ആലങ്കാരിക പ്രയോഗമാണ്. പിശാചിന് വല്ലാതെ വരാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും, ശരിയല്ലേ? നമ്മളിങ്ങനെ പട്ടിണി കിടന്ന് ക്ഷീണിച്ചിരിക്കുമ്പോ എങ്ങനെ പിശാച് വന്നിട്ട് എന്ത് ചെയ്യാനാ?
പറ്റൂല. അതന്നെ, അത് പിശാചിനെ കെട്ടിയിട്ടതിന് അവന് ബന്ധിക്കപ്പെട്ടതിന് തുല്യമാണ്. സ്വർഗം ഇങ്ങനെ തുറക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള സാധ്യതകൾ കൂടുതലായി തുറന്നു വെക്കപ്പെടുകയാണ്. നരകം അടക്കപ്പെടുമെന്ന് പറഞ്ഞാൽ നരകത്തിലേക്കുള്ള സാധ്യതകൾ ഇതാ കൊട്ടിയടക്കപ്പെട്ടിരിക്കുകയാണ്. ഇനിയും ഒരാൾ കുതറി നരകത്തിലേക്ക് പോകാൻ തീരുമാനിച്ചാൽ, പിന്നെയും പിശാചിന്റെ കൂടെ പോകാൻ തീരുമാനിച്ചാൽ അവനാണ് നിർഭാഗ്യവാന്മാർ. എത്രയെത്ര നോമ്പുകാരാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കൽ മിമ്പറിലേക്ക് ഇങ്ങനെ കയറുന്ന സമയത്ത് മിമ്പറിന്റെ ഓരോ സ്റ്റെപ്പും കാലെടുത്ത് വെക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് 3 വട്ടം പറഞ്ഞു ആമീൻ 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 എന്ന് പറഞ്ഞു. മഹാന്മാരായ സഹാബത്ത് പതിവില്ലാത്ത ഈ കാഴ്ച കണ്ടപ്പോ ജുമുഅ എല്ലാം കഴിഞ്ഞ ശേഷം റസൂലിനോട് ചോദിച്ചു, എന്താണ് നബിയെ 3 വട്ടം ആമീൻ പറയാൻ കാരണം? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഞാൻ ഇങ്ങനെ മിമ്പറിൽ കയറി കാലെടുത്ത് വെക്കുമ്പോൾ ജിബ്രീൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആരാ ജിബ്രീൽ? മുഖറബുൽ അംലാക്ക്, മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്യുന്നു, അഷ്റഫുൽ ഖൽഖ് ആമീൻ പറയുന്നു. പിന്നെ അല്ലാഹ് സ്വീകരിക്കാതിരിക്കുമോ? 3 വട്ടം പ്രാർത്ഥിച്ചു. ആ 3 കാര്യം എന്താ? മാതാപിതാക്കൾ ഉണ്ടായിട്ട് അല്ലെ നോക്കാത്ത ആളുകൾ, അവര് നശിച്ചു പോകട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചു. മറ്റൊന്നെന്താ? പിന്നെ റമളാൻ അല്ലെ, റമളാൻ വന്നിട്ട് റഹിമ അൻഫു, അവൻ നശിക്കട്ടെ എന്ന് പറഞ്ഞു. റമളാൻ വന്നിട്ട് ആ റമളാനിനെ ആദരിക്കാതെ ബഹുമാനിക്കാതെ പോയാൽ അവനെതിരെ പ്രാർത്ഥിക്കുന്നത് ആരാണ്? മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്യുന്നു, അഷ്റഫുൽ ഖൽഖ് ആമീൻ പറയുന്നു. അതുകൊണ്ട് പിന്നെയും കുതറി പിശാചിന്റെ പിന്നാലെ പോകാൻ തീരുമാനിച്ചാൽ അവനാണ് ഏറ്റവും ഭാഗ്യം കെട്ടവൻ. ഈ റമളാൻ വിട പറയുമ്പോ, റമളാൻ അല്ലാഹുവിന്റെ മുന്നിൽ പറയുമ്പോ, റമളാൻ നമുക്ക് അനുകൂലമായി സാക്ഷ്യം പറയണം. അവസാനം അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടുമ്പോ റയ്യാൻ എന്ന് പറയുന്ന മനോഹരമായ ഒരു വാതിലുണ്ട് സ്വർഗത്തിന്. 8 കവാടങ്ങളുണ്ട്, 8 വലിയ ഗേറ്റുകളാണ്. 8 വലിയ ഗേറ്റുകളുണ്ട്. ആ ഗേറ്റിൽ ഒരു പ്രധാനപ്പെട്ട ഗേറ്റ് റയ്യാൻ. ആ റയ്യാനിലൂടെ കടക്കുകയില്ല ഇല്ല സ്വായിമു, നോമ്പുകാർക്കുള്ളതാണ് റയ്യാൻ. ആ റയ്യാനിലൂടെ പ്രവേശിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ റമളാനിലേക്ക് നിങ്ങൾ ദുആയിൽ എന്നെയും ഞങ്ങളെയും ഉൾപ്പെടുത്തണം എന്നുകൂടി വസിയത്ത് ചെയ്തുകൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും ഒക്കെ സ്വീകരിക്കുമാറാകട്ടെ. നല്ല ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഇരുന്നത്, നല്ല നിയ്യത്തോടെയാണ് സംസാരിച്ചതും കേട്ടതും ഒക്കെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഈ സദസ്സിന് അപമര്യാദയായി എന്തെങ്കിലും പറഞ്ഞതിലോ കേട്ടതിലോ ഇരുന്നതിലോ ഉണ്ടെങ്കിൽ അള്ളാഹുവെ ഞങ്ങൾ നിന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നു. റബ്ബേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അള്ളാഹുവെ. നിന്റെ റമളാനുൽ കരീമിനെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ കാണുന്നത്. റമളാനിനോടുള്ള ഇഷ്ടം ഞങ്ങളെ കൽബിലിട്ട് തരണേ ഞങ്ങളെ കൽബിൽ റമളാനിനോട് മഹബ്ബത്ത് നൽകണേ തമ്പുരാനെ. റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്ന വിജയികളായ മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. റമളാൻ പ്രതികൂലമായി പറയുന്ന നിർഭാഗ്യവാന്മാരിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ ഞങ്ങളെ വേണ്ടപ്പെട്ടവരെ കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പരിശുദ്ധ റമളാനിൽ ഖുർആൻ ഖത്മുകൾ പലവട്ടം തീർക്കാൻ, തറാവീഹ് നിസ്കരിക്കാൻ, നിസ്കാരങ്ങളൊക്കെ ജമാഅത്തായിട്ട് നിർവഹിക്കാൻ, രാത്രി നിസ്കാരം നിർവഹിക്കാൻ, എല്ലാ സൽക്കർമ്മങ്ങളും അധികരിപ്പിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, റമളാൻ കൊണ്ട് നേടേണ്ട തഖ്വ നിറഞ്ഞ ഹൃദയത്തിന്റെ ഉടമകളാക്കി ഞങ്ങളെ നീ കബൂലാക്കണേ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് റബ്ബേ. എല്ലാം നീ പൊറുക്കണേ എല്ലാം നീ മാപ്പാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ രോഗങ്ങളുള്ളവർക്ക് നീ ശിഫ നൽകണേ അല്ലാഹുവേ, ഞങ്ങളെ മക്കള് അല്ലാഹുവേ കാമഭ്രാന്തന്മാര് വട്ടമിട്ട് കറങ്ങുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണുള്ളത് റബ്ബേ. ഞങ്ങളെ മക്കളെ നീ കാക്കണേ ഞങ്ങളെ മക്കൾക്ക് നീ കാവല് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ ദീനിനോട്, നിന്റെ ഹബീബിനോട്, നിന്റെ സഹാബത്തിനോട്, നിന്റെ ഔലിയാക്കളോട്, അമ്പിയാക്കളോട്, നിന്റെ സ്വാലിഹീങ്ങളോട്, ശുഹദാക്കളോടുള്ള ഇഷ്ടം ഞങ്ങളെ കൽബിലിട്ട് തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹുവേ, നിന്റെ സ്വാലിഹീങ്ങളായ അടിമകളിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم
വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.